നമസ്കാരം. ഞാൻ പങ്കജാക്ഷൻ, ശാന്തിഗ്രാമിൻ്റെ ഡയറക്ടറാണ്. ഈ പരിപാടിയുടെ കോർഡിനേറ്റർ കൂടെയാണ്. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. ആദ്യമായി ശാന്തിഗ്രാമിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. കഴിഞ്ഞ 38 വർഷമായി സന്നദ്ധ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ജനകീയ സന്നദ്ധ സംഘടനയാണ് ശാന്തിഗ്രാം. ജനകീയ സന്നദ്ധ സംഘടന എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ശാന്തിഗ്രാമിൽ അംഗങ്ങളാകാം, ഭാരവാഹികളാകാം. ശാന്തിഗ്രാമിൻ്റെ പ്രഖ്യാപിക്കപ്പെട്ട ദർശന ദൗത്യങ്ങൾക്കനുസരിച്ച് പരിപാടികൾ നടപ്പിലാക്കാം. ഡയറക്ടർ മുതൽ ഏത് സ്ഥാനത്തേക്കും ആർക്കും കടന്നു വരാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് ശാന്തിഗ്രാം. ചെറിയ ഒരു ആർട്സ് ക്ലബിൽ നിന്ന് 1981 നവഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന പേരിൽ ഒരു യുവജനങ്ങളുടെ സംഘടന രൂപീകരിക്കുകയും അതിൽ നിന്ന് 1987 ആഗസ്റ്റ് 15 ഞങ്ങളുടെ നാട്ടിലെ ആർട്സ് ക്ലബിന് വേണ്ടി സഹായിച്ച അല്ലെങ്കിൽ ഞങ്ങളുടെ സ്പോൺസർമാരായിരുന്ന ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടി എന്തെങ്കിലും നന്മകൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ശാന്തിഗ്രാം നവഭാവനയിലെ യുവജന പ്രതിനിധികളും അതുപോലെ തന്നെ ഉപദേശക സമിതി അംഗങ്ങളും ചേർന്ന് രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് ശാന്തിഗ്രാം. അതിനൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായത് നെഹ്റു യുവകേന്ദ്ര, അതുപോലെ കോട്ടക്കാൽ വില്ലേജ് യൂത്ത് ക്ലബ്, അത് യുവജനക്ഷേമ ബോർഡിൻ്റെ നേതൃത്വത്തിലുണ്ടായി. ആ സംഘടനകളിലൂടെ മിത്രനികേതനിൽ എനിക്ക് പഠിക്കുവാൻ അവസരം കിട്ടുകയും അങ്ങനെ വിശ്വനാഥൻ സാറിൻ്റെ നിർദ്ദേശമനുസരിച്ച് ആണ് ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. വളരെയേറെ സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത് ഞങ്ങളൊക്കെ ഈ രംഗത്ത് പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ രണ്ട് വാക്ക് സംസാരിക്കുവാൻ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ യുവജന സംഘടനകളുടെ ചെറുപ്പക്കാരായിരുന്ന ഒരു 17-18 വയസ്സുകളിൽ ഞങ്ങളെ പിടിച്ചു നടത്തിയ, ഞങ്ങളെയൊക്കെ നയിച്ച ഞങ്ങളുടെ ഗുരുനാഥനാണ് ഡോക്ടർ വി രാജസേനൻ നായർ. ഞങ്ങളിൽ എന്തെങ്കിലും നന്മകൾ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യബോധത്തോടു കൂടി ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇന്നും ഞങ്ങളുടെ പിന്നിലെ പ്രേരണാ ശക്തിയും ഇന്നും കൊച്ചു
എന്താ LKG LP സ്റ്റുഡൻറ്റുകളെ പോലെ, വിദ്യാർത്ഥികളെ പോലെ ഞങ്ങൾക്ക് ആവശ്യമായ മാർഗദർശനം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ആളിനെയാണ് ഇന്ന് നമുക്ക് ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയത്. ഞങ്ങളുടെ എല്ലാം ശാന്തിഗ്രാമിൻ്റെ ടീമിലെ ആളുകളെല്ലാവരെയും ഞങ്ങളുടെ ഗുരുനാഥനായ രാജസേന സാറിനെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ അധ്യക്ഷത വഹിക്കുന്നയാൾ ആര്യനാട് സത്യൻ സാർ. സാറിനെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കേരളം അറിയപ്പെടുന്ന ഒരു നാടകകൃത്തും എഴുത്തുകാരനും, അതുപോലെ തന്നെ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകൾ കുറവാണ്. ബാലസാഹിത്യമായിരുന്നാലും, റേഡിയോ നാടകമായിരുന്നാലും, സിനിമയായിരുന്നാലും, തിരക്കഥയായിരുന്നാലും ആ രംഗത്തൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് സത്യൻ സാർ. ഈ നവഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ 2ാം വാർഷികം പ്രമാണിച്ച് നടത്തിയ ഒരു നാടകം സാറിൻ്റേതായിരുന്നു. വളരെ നാളുകളായി, വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കാമെങ്കിൽ പോലും വളരെ അടുത്ത നാളുകളിൽ ഒരുപക്ഷെ 2-3 വർഷത്തിനിടയിലാണ് സത്യൻ സാറുമായിട്ട് കൂടുതൽ അടുക്കുവാൻ വേണ്ടി കഴിഞ്ഞതും അദ്ദേഹത്തിൻ്റെ മേഖലകളെക്കുറിച്ച് അറിയാൻ കഴിയുന്നത്. ഇന്നും ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ ഗുരുസ്ഥാനീയനായ സത്യൻ സാറിനെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് സജു സാർ. ഈ ക്ലാസിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടിയുടെ ഏറ്റവും അറപ്പോടുകൂടി തൊട്ടതും ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു AI-യുടെ പരിശീലകനായി മാറുകയും ചെയ്ത ഒരു ജനകീയ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധനാണ് സജു സാർ. കമ്പ്യൂട്ടർ കേരളത്തിൽ ഇറങ്ങിയ കാലം മുതൽ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാരായ കുട്ടികളെ, പാവപ്പെട്ട കുട്ടികളെ 6 മാസത്തെ കോഴ്സൊക്കെ 600-ഉം 1000 രൂപയും വാങ്ങിക്കൊണ്ട് 5000-ഉം 10000 രൂപ ഫീസ് വാങ്ങി മറ്റ് സംഘടനകൾ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ നടത്തിയപ്പോൾ 1000 രൂപയ്ക്ക് താഴെയുള്ള എമൗണ്ട് ഉപയോഗിച്ച് കേരളത്തിൽ DTPയും അതുപോലെ PGDCAയും DCAയും ഒക്കെ കോഴ്സുകൾ നടത്തി കേരളത്തിൽ ചരിത്രം കുറിച്ച ആളാണ് ഐടെക്കിൻ്റെ ചെയർമാൻ കൂടിയായ ശ്രീ സജു സാർ. എപ്പോഴും ഞങ്ങൾ വ്യക്തിപരമായോ സംഘടനാപരമായോ സാമൂഹികമായോ നേരിടുന്ന പ്രശ്നങ്ങളാണ് പല വിഷയങ്ങളിലും ശാന്തിഗ്രാമിനെ മറ്റു പല വിഷയങ്ങളും ഏറ്റെടുക്കുവാൻ വേണ്ടി തയ്യാറാക്കിയത്. ഇതും അങ്ങനെ ഒരു സംഭവത്തിൻ്റെ ബാക്കി പത്രമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി എന്നുള്ള വിഷയം ശാന്തിഗ്രാം എടുക്കുവാൻ തയ്യാറായത്. ഏകദേശം നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കേൾക്കുകയും പങ്കെടുക്കുകയും നല്ല ഫീസ് കൊടുത്ത് പഠിക്കുകയും നമുക്കാവശ്യമുള്ള സാധനങ്ങൾ കിട്ടാതെ വരികയും വീണ്ടും സംശയം ചോദിക്കുമ്പോൾ വീണ്ടും അടുത്ത കോഴ്സിലേക്ക് ചേരൂ, ഇത്ര രൂപ അടച്ചാൽ മതി എന്നുള്ള നിലയിലേക്ക് മാസങ്ങളോടെ നീട്ടിക്കൊണ്ടുപോകുന്ന ഓൺലൈൻ കോഴ്സിലൊക്കെ പങ്കാളിയാകുവാൻ കഴിയുകയും അതിൻ്റെ നല്ല വശങ്ങളും മോശവശങ്ങളും മനസ്സിലാവുകയും AI-യുടെ സാധ്യതകളും തിരിച്ചറിഞ്ഞ പശ്ചാത്തലത്തിലാണ് ശ്രീ സജു സാറുമായി ഈ വിഷയം നമ്മൾ കൈകാര്യം ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചത്. ആദ്യം ഓഫ്ലൈനായിരുന്നു ക്ലാസ്സുകൾ നടത്തിയത്. 1-2 ക്ലാസ്സുകൾ നടത്തി. പിന്നെ അതിൽ നിന്ന് കിട്ടിയ ധൈര്യം സമാഹരിച്ചുകൊണ്ട് ചെറിയൊരു സംഘം ഗ്രൂപ്പിനെ നമ്മുടെ പരീക്ഷണാടിസ്ഥാനത്തിൽ 1ാമത് ബാച്ച് നടത്തി. അത് സജു സാറിൻ്റെ സ്വതസിദ്ധമായ ശൈലി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അങ്ങനെ 7ാമത്തെ ബാച്ചിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബാച്ചിൻ്റെ ഒരു പ്രത്യേകത, ഏകദേശം നമ്മുടെ ഭൂരിപക്ഷം സീറ്റുകളും നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത. അതിൽ വിവിധ സംഘടനകളുടെയും അതുപോലെ തന്നെ കഴിഞ്ഞ ബാച്ചുകളിൽ പങ്കെടുത്ത ആളുകൾ കൊടുത്ത പരസ്യവും അവരുടെ സക്സസ് സ്റ്റോറീസും അവരുടെ ലിങ്കുകൾ വഴിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കോഴ്സിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ സജു സാറിനെ ഈ കോഴ്സിൻ്റെ മൊത്തം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന സജു സാറാണ്. സജു സാറിനെയും സ്നേഹപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്നത്തെ ആശംസ അർപ്പിക്കാൻ എത്തിയിട്ടുള്ളത് ശ്രീ
AP ജിനൻ. ജിനൻ ഒരു അറിയപ്പെടുന്ന പത്രപ്രവർത്തകനാണ്. സത്യമേവ .ന്യൂസിൻ്റെ ചീഫ് എഡിറ്ററാണ്. കേരള വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ കേരളയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. കഴിഞ്ഞ ബാച്ചിൽ ഒരു സ്റ്റുഡൻ്റായിരുന്നു. വളരെയധികം ശാന്തിഗ്രാമിൻ്റെ പരിപാടികളെ അല്ലെങ്കിൽ ഈ പരിപാടികളെ പത്രമാധ്യമങ്ങളിലും മീഡിയകളിലും എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ജിനൻ മാഷിനെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് എൻ്റെ മറ്റൊരു ഗുരുവും സുഹൃത്തും കേരളത്തിൽ അറിയപ്പെടുന്ന പ്രകൃതി ചികിത്സ രംഗത്ത് അറിയപ്പെടുന്ന ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി. ജേക്കബ് വടക്കഞ്ചേരിയെ കേരള സമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹവും ഈ കോഴ്സിലെ ഒരു സ്റ്റുഡൻ്റാണ്. ജേക്കബ് ജിയെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ കോഴ്സിൽ പങ്കാളികളായി ചേർന്നിട്ടുള്ള ഗുരുസ്ഥാനീയരായ ആളുകൾ മുതൽ സുഹൃത്തുക്കളായ ധാരാളം ആളുകളുണ്ട്. രവീന്ദ്രനാഥ് സാറ് നാട്ടുവൈദ്യത്തിൻ്റെ ഒരു വളരെ പ്രചാരകനാണ്. സ്വാമി നിർമ്മലാനന്ദഗിരി പഠന കേന്ദ്രത്തിൻ്റെ ചെയർമാനാണ്. മാത്രമല്ല അദ്ദേഹം FACTയിലെ എഞ്ചിനീയറായി റിട്ടയർഡ് കഴിഞ്ഞു. അത്യാവശ്യം പ്രായമുണ്ട്, എങ്കിലും ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താല്പര്യം. ഈ കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത 15 വയസ്സ് മുതൽ ഏകദേശം 80 വയസ്സ് 82 വയസ്സ് വരെയുള്ള ആളുകൾ കഴിഞ്ഞ ബാച്ചുകൾ ഉണ്ടായിരുന്നു. എല്ലാവരെയും ഒരേപോലെ കൈകാര്യം ചെയ്യുവാൻ LKG മുതൽ തുടങ്ങി ഹയർ സ്റ്റഡീസിന് പഠിക്കുന്ന ആളുകൾ വരെയായി മാറ്റുവാൻ സജി സാറിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യമുണ്ട്. ഈ കോഴ്സിൽ പങ്കാളികളായി എത്തിയിട്ടുള്ള എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സജീവമായ ഒരു പങ്കാളിത്തം എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുക ഉദ്ദേശിക്കുന്നുണ്ട്. 2 മാസമാണ് ഈ കോഴ്സിൻ്റെ കാലാവധി. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8 മണി മുതൽ 9 മണി വരെയാണ് ക്ലാസ്. 7:45 ആകുമ്പോൾ സജി സാറ് ലൈനിൽ വരും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും 9 മണിയാണെങ്കിൽ തന്നെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും കഴിയുമ്പോൾ ചിലപ്പോൾ 9:15 വരെയൊക്കെ ആകാറുണ്ട്. കൂടാതെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ക്ലാസ്സിൻ്റെ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് കാണുവാൻ വേണ്ടി യൂട്യൂബിൽ ഇതിൻ്റെ ക്ലാസ് റെക്കോർഡ് ചെയ്ത് ഇടുന്നുണ്ട്. അത് ക്ലാസ്സിൽ പങ്കെടുക്കാത്ത ആളുകൾക്കും അത് മനസ്സിലാക്കുവാൻ സഹായകമാകുന്നുണ്ട്. പിന്നെ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് ഈ ഇടുന്ന ലിങ്ക് മറ്റാർക്കും കൊടുക്കാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, ഈ കോഴ്സിൻ്റെ പ്രത്യേകത കോഴ്സ് ഫീ 4000 രൂപയാണ്. ഫുൾ ഫീസ് നൽകിക്കൊണ്ട് പഠിക്കുന്ന ആളുകളുണ്ട്, കയ്യിൽ ഉള്ള തുക നൽകി പഠിക്കുന്ന ആളുകളുണ്ട്. ഇനി സാമ്പത്തികം ഇല്ല എന്നുള്ള നിലയിൽ ആരെയും ഈ കോഴ്സിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഈ കോഴ്സിൽ പങ്കെടുപ്പിക്കുക അല്ലെങ്കിൽ ശാന്തിഗ്രാം നടത്തുന്ന പരിപാടികൾ പങ്കെടുപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാന ദൗത്യമാണ്. രാജസേനൻ സാറിൽ നിന്നും അതുപോലെ തന്നെ സത്യൻ സാറിൽ നിന്നും മറ്റ് ഗുരുനാഥന്മാരിൽ നിന്നൊക്കെ നിന്ന് കിട്ടിയ അറിവുകളും ഞങ്ങൾക്ക് പലതും ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വളർന്നു വരുവാൻ കഴിഞ്ഞത്. അത് നന്ദിയോടെ ഞങ്ങൾ സ്മരിക്കുന്നു. എപ്പോഴും പണത്തിന് വേണ്ടി മാത്രമല്ല ശാന്തിഗ്രാം നിൽക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന 1 രൂപ പോലും ഇതിൻ്റെ ക്ലാസ് എടുക്കുന്ന ആളുകൾക്കുള്ള തുക കൊടുത്തു കഴിഞ്ഞാൽ ശാന്തിഗ്രാം നടത്തുന്ന പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ ഒരു ചെറിയ ഗോശാല നടത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവിലേക്കാണ് ഇതിൽ നിൽക്കുന്ന തുക നിർവഹിക്കുന്നത്. ഇതാണ് ശാന്തിഗ്രാമിൻ്റെ ഒരു ചെറിയ വരുമാന മാർഗം എന്നുള്ള നിലയിലേക്ക് കിട്ടുന്നത്. അത് എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നൽകുന്ന 1 രൂപയായിരുന്നാലും അല്ലെങ്കിൽ നിങ്ങൾ ഈ കോഴ്സിൽ ഫ്രീ ആയി പങ്കെടുക്കുമ്പോഴേക്കും ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. ശാന്തിഗ്രാമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പറയാൻ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. തുടർന്ന് ശാന്തിഗ്രാമിൻ്റെ പ്രൊഫൈലും മറ്റു കാര്യങ്ങളും ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് നൽകുന്നതാണ്. ഏവരെയും ഒരിക്കൽ കൂടി പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആര്യനാട് സത്യൻ സാറിനെ യോഗ നടപടികൾ സ്വീകരിക്കണമെന്ന് Thank you, Mr. Pangadharsan.
പ്രിയപ്പെട്ടവരെ, തികച്ചും വ്യത്യസ്തമായ ഒരു ഗൂഗിൾ മീറ്റാണിത്. നമുക്കൊക്കെ അറിയാം, കാലത്തിനൊത്ത് പലപ്പോഴും നമ്മുടെ ആൾക്കാർ മുന്നോട്ട് പോകാറില്ല. കാലം വളരെ കടന്നു പോയതിന് ശേഷമാണ് നമ്മളെ കടന്ന് കാലം പോയി എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള ജനതയോടൊപ്പം എത്താൻ നമ്മൾ പലപ്പോഴും നമുക്ക് കഴിയാതെ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് AI എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ശാസ്ത്ര വിഭാഗമാണ്. ഈ ശാസ്ത്ര വിഭാഗത്തെ കൈയേറ്റുകൊണ്ട് അദ്ദേഹം നേരത്തെ ശ്രീ പങ്കജാക്ഷൻ സൂചിപ്പിച്ചതുപോലെ പണം ഈടാക്കിയും അല്ലാതെയും വിദഗ്ധമായ രീതിയിൽ ജനകീയമാക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ശാന്തിഗ്രാമിനെ ആദ്യമായി ഞാൻ നമിക്കുകയാണ്. തികച്ചും ഒരു ഗാന്ധിയൻ സ്ഥാപനമാണത്. പലപ്പോഴും ഞാനും എൻ്റെ സുഹൃത്തുക്കളെന്ന് പറയുമ്പോൾ അധികവും എൻ്റെ മക്കളെക്കാൾ പ്രായം കുറഞ്ഞ പെൺകുട്ടികളാണ്. അവസ്ഥയും അന്തരീക്ഷവും ഒക്കെ അവിടെ കിട്ടും. ഒരു നല്ല ഗാന്ധിയൻ സ്ഥാപനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഇപ്പോൾ. ആ നല്ല സ്ഥാപനത്തിലാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്ന് പത്രവാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. AI പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് AI വേണ്ടി പ്രത്യേകിച്ച് ഒരു വിങ് തുടങ്ങാൻ പോകുന്നതിന്റെ റിപ്പോർട്ട് ഇന്നത്തെ പത്രത്തിലുണ്ട്. കേസുകൾ തെളിയിക്കുന്നതിന് വേണ്ടി എങ്ങനെ നമുക്ക് ഈ നിർമ്മിത ബുദ്ധിയെ ഉപയോഗിക്കാം എന്നുള്ളത് പഠന വിധേയമാക്കിക്കൊണ്ട് ഒരു പുതിയ വിങ് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നു. നമുക്കിതിന്റെ പ്രാധാന്യം അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. സത്യത്തിൽ ഞാൻ ആദ്യം ഈ AI നിർമ്മിത ബുദ്ധിയോട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം മറ്റൊന്നല്ല, നമുക്ക് പ്രതീക്ഷിക്കാത്ത, നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് മറ്റുള്ള മുന്നിൽ കൊണ്ടുവരാൻ കഴിയും. ആ കൊണ്ടുവരുന്നതിൻ്റെ യാഥാർത്ഥ്യവും അതിലുള്ള എന്തെങ്കിലും കാപട്യമുണ്ടെങ്കിൽ അതും ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഈ വിഷയത്തിന് എന്നതായിരുന്നു എൻ്റെ ധാരണ. ഒരു പരിധിവരെ ആ ധാരണ ശരിയുമാണ്. നമുക്ക് മരിച്ചുപോയ ആളുകളുടെ ചിത്രമുണ്ടെങ്കിൽ അതിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളാക്കി മാറ്റി കർമ്മനിരതരാവുന്ന ഒരു സമൂഹത്തെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രം. പക്ഷെ ഇവിടെ ഇതിന്റെ സാധ്യത എന്ന് പറയുന്നത്, നമുക്ക് ഒരു വശത്ത് ഈ സാധ്യത നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ നശിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കൊരു കഥ എഴുതണം, നമ്മളൊരു വിഷയം പറഞ്ഞാൽ അത് ഏത് തരത്തിലുള്ളതാണെന്ന് കൂടെ പറഞ്ഞാൽ AI നമുക്കത് പൂർത്തിയാക്കി തരും. ചിത്രം വരയ്ക്കണം, അവർ ചെയ്തോളും. ഒരല്പം എനിക്കിപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു മനുഷ്യന്റെ യഥാർത്ഥ ക്രിയേറ്റിവിറ്റിയെ അവിടെ നമുക്ക് വളർത്താൻ കഴിയുന്നുണ്ടോ എന്നതാണ് എന്നിൽ ഉള്ള ആശങ്ക. ആ കൃത്രിമമായിട്ടുണ്ടാക്കുന്നതെല്ലാം തന്നെ അധികം താമസിയാതെ അതിന്റെ സത്യാവസ്ഥ പുറത്തു വരും എന്നുള്ളത് കൊണ്ട് അതൊരു പ്രപഞ്ചത്തിന്റെ ഒരു സത്യമാണ്. ആ പ്രപഞ്ച സത്യത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഇതിന്റെ കുറവുകൾ ഒരു വശത്ത് നിൽക്കുമ്പോഴും പെട്ടെന്ന് നമുക്ക് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാധനം ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ AI നമുക്ക് വളരെ എളുപ്പത്തിൽ അത് സാധിച്ചു തരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് അധികമായിട്ട് പോകുന്നില്ല. കാരണം ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന ശ്രീ സജു രവീന്ദ്രൻ, അദ്ദേഹത്തിന് ഇതിന്റെ വിദഗ്ധമായിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതിന്റെ മെറിറ്റ് സൈഡിലേക്ക് ഞാൻ നിൽക്കാതെ എന്റെ ചില ആശങ്കകളും എന്നോടൊപ്പം പലപ്പോഴും പലരുമായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായ അവരുടെ ആശങ്കകളുമാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെട്ടു പോകില്ലേ
നമ്മുടെ ചിന്തകൾക്ക് ഒരു കടിഞ്ഞാൺ വീഴില്ലേ തുടങ്ങിയ പൊതുവായിട്ടുള്ള ഒരു ധാരണയിൽ നിൽക്കുന്നതാണ്. എന്നാൽ അതിൽ നിന്ന് ലഭ്യമെന്ന് നമ്മൾ ഒരു മാസം നടത്തുന്ന ഒരു മാസത്തിലധികം നീണ്ടുപോകുന്ന നമ്മുടെ ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ പ്രഗത്ഭരായ ആളുകളാണ് ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ഡോക്ടർ വി രാജസേനൻ സാറിനെ കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ഏതെല്ലാം വഴിക്ക് നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളതും ഉദാഹരണ സഹിതം ശ്രീ പങ്കജാക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു. പിന്നെ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി എടുത്തു പറയേണ്ടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. നമുക്ക് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന നേച്ചർ ലൈഫ് ഇന്റർനാഷണലിന്റെ ചെയർമാനാണ് അദ്ദേഹം. വളരെ സിമ്പിളായിട്ട് ഒരു ഗാന്ധിയൻ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ജൈവ രീതിയിലുള്ള ഭക്ഷണവും ജീവിത ശൈലികളും ദോഷകരമായ കെമിക്കൽസിന്റെ പ്രയോഗവും അതിൻ്റെ ദോഷങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു നല്ല ഗുരുവാണ് ഈ ജേക്കബ് വടക്കഞ്ചേരി. അപ്പോൾ സാറുമായിട്ട് എനിക്ക് വളരെ അടുത്ത പരിചയമുണ്ട്. അദ്ദേഹം നടത്തുന്ന ഈ ജൈവ ഊൺശാലയുണ്ട്, ഭക്ഷണശാലയുണ്ട്. അവിടെ പോയാൽ നമ്മൾ വേറൊരു ലോകത്തിൽ അകപ്പെട്ട രീതിയിലാണ് നമുക്ക് അവിടെ ചെന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ. അപ്പൊ അതും നമുക്ക് ഈ കോഴ്സിൽ തന്നെ വളരെയേറെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ എ പി ജിനനെ കുറിച്ച് പറഞ്ഞു. ഒരു പത്രപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ദീർഘവീക്ഷണത്തോടുകൂടെയും സൂക്ഷ്മ ദൃഷ്ടിയോടുകൂടെയും പ്രവർത്തിക്കുന്നവരായിരിക്കും പത്രപ്രവർത്തകർ. ഇവിടെ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ശ്രീ എ പി ജിനൻ നമുക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ശ്രീ സജുവിനെ സംബന്ധിച്ചിടത്തോളം അല്പം മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. ഞാന് അപ്രതീക്ഷിതമായൊരു വിളിയായിരുന്നു അത്. അദ്ദേഹം എൻ്റെ ഒരു സ്റ്റുഡന്റ് എന്ന് അദ്ദേഹം പരിചയപ്പെടുത്തുമ്പോൾ സജുവിന്റെ മുഖം ഇപ്പൊ കണ്ടപ്പോഴാണ് ശരിക്കും ഞാൻ സജുവിന്റെ കുട്ടിക്കാലം ഞാനിപ്പോ ഓർക്കുന്നത്. മിടുക്കനായ ഒരു വിദ്യാർത്ഥി ആയിരുന്നു സജു. ഇപ്പോഴ് അതിന്റെ ഫലം തന്നെ ഇവിടെ നമുക്ക് ഈ ക്ലാസ്സുകളിലൂടെ കിട്ടും. കഴിഞ്ഞ 6 ബാച്ചുകളെ ശ്രീ പങ്കജാക്ഷന് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി മെരുക്കിയെടുത്ത മിടുക്കനായ ഒരു സജുവിനെയാണ് ഞാൻ ഇന്ന് ശബ്ദത്തിലൂടെ ആദ്യം പരിചയപ്പെട്ടത്, ഇപ്പൊ കാഴ്ചയിലൂടെ കാണുന്നത്. അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, ഇപ്പോ സിറ്റിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും എന്തായാലും അതിന് പുറമെ ഇതിൽ പങ്കെടുത്തിരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും എനിക്ക് പരിചയക്കാരാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ MKSP എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് 10-20 എൻ്റെ സഹപ്രവർത്തകർ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും ചേർന്ന് നമുക്ക് ഈ AI അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി കൊണ്ട് നമുക്ക് എങ്ങനെ ഈ സമൂഹത്തിൽ മുന്നോട്ട് പോകാം, കാലിക പ്രസക്തമായിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്ന് ഈ കോഴ്സിലൂടെ നമുക്ക് വിജയകരമായി മനസ്സിലാക്കാം എന്ന് മാത്രം ഞാൻ ആശിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഇതിനുപരി ഇത് സംഘടിപ്പിച്ച ശ്രീ പങ്കജാക്ഷൻ, അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ എത്രയോ വർഷങ്ങൾ 40-45 വർഷമായി ഈ രംഗത്ത്, സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം എൻ്റെ നാടകം അവതരിപ്പിച്ചു ആണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതെനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇതുവരെ കുറച്ചു നാളിന് മുമ്പ് ഞങ്ങൾ പരിചയപ്പെടുമ്പോഴാണ് നാടകത്തെ കുറിച്ച് പറയുന്നത്. എന്തായാലും വളരെ കാലമായി കണ്ടും പരിചയപ്പെട്ടും നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ഒരു മാസം പലപ്പോഴും എനിക്ക് സമയത്തിൽ ചിലപ്പോൾ കയറാൻ കഴിഞ്ഞെന്ന് വരില്ല. എങ്കിലും ഞാൻ പിന്നെ സജുവിനെ ബന്ധപ്പെട്ടിട്ടായാലും ഞാൻ ഈ ക്ലാസ്സുകൾ പഠിക്കണം എന്നെനിക്ക് താല്പര്യമുണ്ട്. 10-70 വയസ്സ് കഴിഞ്ഞതാണ്. എന്നാലും പഠിക്കുന്നത് സോക്രട്ടീസിനെ പോലെ അവസാന നിമിഷത്തിലും പഠിക്കണം എന്ന് പറയുന്ന ഒരു ചിന്ത ഇതിൽ ഉള്ള ഒരുപാട് ആൾക്കാർ ആ പ്രായത്തിലുള്ളവരാണ്. എല്ലാവർക്കും കൂടെ നമുക്ക് ചേർന്ന് കൊച്ചു നഴ്സറിയിൽ നമ്മുടെ പഠനം തുടങ്ങാം. ഈ നാറ്റിനയിൽ നിന്ന് വലിയ തൂണുകളായിട്ട്, വലിയ വൃക്ഷങ്ങളായിട്ട്, നമുക്ക് ജ്ഞാനവൃക്ഷങ്ങളായിട്ട് വളർന്നു വരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് നമുക്കിനി ഇതില്
ഡോക്ടർ വി രാജസേനൻ സാറ് നമ്മളോടൊപ്പം സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് തുടർന്നുള്ള ആൾക്കാരുടെ സംസാരത്തിലേക്കും വളരെ ചെറിയ തോതിൽ നമ്മൾ സംസാരിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതായിരിക്കും. ഡോക്ടർ വി രാജസേനൻ സാറ് ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ ശ്രീ ആര്യനാട് സത്യൻ അവറുകളെ, പ്രിയങ്കരനായ ശ്രീ പങ്കജാക്ഷൻ, ഈ കോഴ്സിന്റെ പ്രധാന ചുമതലക്കാരനായ അഡ്വക്കേറ്റ് സജു രവീന്ദ്രൻ, ആശംസ പ്രാസംഗികരായ AP ജിനൻ, ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി, ഈ കോഴ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവർ, സത്യത്തിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. സന്തോഷം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, 38 വർഷത്തിന് മുമ്പ് തുടങ്ങിയ ഒരു ചെറിയ യൂത്ത് ക്ലബ്ബ് ഇന്ന് കേരളം മുഴുവനും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തും അറിയപ്പെടുന്ന ഒരു വലിയ സംഘടനയായി മാറിയിരിക്കുന്നു. ശ്രീ പങ്കജാക്ഷൻ സൂചിപ്പിച്ചതുപോലെ അതൊരു ചെറിയ ജനകീയ സംഘടനയല്ല, അതൊരു ചെറിയ വലിയ സംഘടനയാണ്. പ്രവർത്തനത്തിന്റെ വൈവിധ്യം കൊണ്ടും ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൊണ്ടും ലോകമാകെ അംഗീകരിക്കേണ്ട ഒരു വലിയ സംഘടനയാണ് ശാന്തിഗ്രാം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്രയധികം നിഷ്കളങ്കമായ പ്രവർത്തനം, സ്വാർത്ഥലാഭമില്ലാത്ത പ്രവർത്തനം, സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തനം നടത്തുന്ന സന്നദ്ധ സംഘടനകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറവാണ്. സ്വന്തം കാര്യം പോലും നോക്കാൻ മറന്നുപോയ ഒരു ചെറുപ്പക്കാരനാണ് പങ്കജാക്ഷൻ എന്ന് ഞാൻ പറയുമ്പോൾ അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ സ്വന്തം ജീവിതവും സ്വന്തം താല്പര്യങ്ങളും ഒക്കെ മാറ്റിവെച്ച് നാട്ടുകാർക്ക് വേണ്ടി ഇത്രയും കാലവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് ശ്രീ പങ്കജാക്ഷൻ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെടാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനീയനായ അധ്യക്ഷനും അതുപോലെ തന്നെ ഇതിന്റെ പ്രധാന ചുമതലക്കാരനായ അഡ്വക്കേറ്റ് സജു രവീന്ദ്രനുമായിട്ടൊക്കെ എനിക്ക് നല്ല അടുപ്പമുണ്ട്. ഇവരെയൊക്കെ എനിക്ക് വളരെ നേരത്തെ അറിയാവുന്ന ആളുകളുമാണ്. അപ്പോൾ നിങ്ങളൊക്കെ കൂടുന്ന ഒരു ഗ്രൂപ്പിൽ ഞാൻ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് എനിക്ക് വലിയ വിവരമില്ലെങ്കിലും ആ ഒരു സമ്മേളനത്തിൽ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സാധാരണ ഒരു വിഷയാധിഷ്ഠിതമായ ഒരു കാര്യത്തിന് ഒരു ഉദ്ഘാടനത്തിന് ഒരാളിനെ വിളിക്കുമ്പോൾ ആ വിഷയത്തിൽ പ്രാഗൽഭ്യമുള്ള ആളിനെയാണ് വിളിക്കാറ്. ഇപ്പൊ പങ്കജാക്ഷൻ എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചത് എന്ന് എനിക്കറിയില്ല. എന്തായാലും വിളിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. നമ്മള് നിർമ്മിത ബുദ്ധിയെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ നിർമ്മിത ബുദ്ധിയിലെ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അഡ്വക്കേറ്റ് സജു രവീന്ദ്രൻ പറയും. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറയണമല്ലോ എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. ഇതിന്റെ അടിസ്ഥാനം മനുഷ്യന്റെ ഇമാജിനേഷനാണ്. ഇമാജിനേഷൻ കഴിഞ്ഞാൽ ഇന്നോവേഷൻ. അപ്പൊ ഈ ഇമാജിനേഷനും ഇന്നോവേഷനും കൂടെ ചേരുമ്പോഴാണ് നിർമ്മിത ബുദ്ധി തുടങ്ങുന്നത്. ഇത് നമുക്ക് തോന്നും ഒരുപക്ഷെ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസി അടുത്ത കാലത്ത് ഉണ്ടായതാണ് എന്ന്. അങ്ങനെയല്ല. നമ്മളിതിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇതിന്റെ തുടക്കം ഗ്രീക്ക് മെത്തോളജിയാണ്. അവിടെ ആളുകളെ ഇമാജിൻ ചെയ്തിരുന്നു. ഇമാജിനേഷൻ അനുസരിച്ച് അവർ ഇന്നോവേഷൻ ഉണ്ടാക്കി. ആ ഇന്നോവേഷന്റെ ചില ഏടുകൾ ഗ്രീക്ക് മെത്തോളജിയിൽ കാണാം. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ്.
അപ്പൊ ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലാണ് ഓട്ടോമേഷൻ സാർവത്രികമായി പരീക്ഷിക്കപ്പെടുന്നത്. അവിടെ മനുഷ്യന്റെ ബുദ്ധി മെഷീനിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലാണ്. അങ്ങനെ മാറി 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 വന്നാണ് ഇതിന്റെ വികസന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. 1956 ജോൺ മെക്കാർത്തിയാണ് ഔദ്യോഗികമായി നിർമ്മിത ബുദ്ധിക്ക് നാമകരണം ചെയ്യപ്പെട്ടത്. അദ്ദേഹമാണ് ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് സാമാന്യമായി പറയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിന്റെ അവസാനത്തെ വികസന പ്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ വന്നതോടുകൂടിയാണ്. ഇപ്പൊ മൊബൈൽ ഫോണിന്റെ ആവിർഭാവവും മൊബൈൽ ഫോണിന്റെ പ്രചാരണവുമാണ് യഥാർത്ഥത്തിൽ നിർമ്മിത ബുദ്ധിക്ക് കൂടുതൽ പ്രചാരം ഉണ്ടാക്കി കൊടുത്തത്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു വിഭാഗം, ചെറിയ വിഭാഗം ആളുകളിലേക്ക് മാത്രം ഇത് ഒതുങ്ങിപ്പോയേനെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സയന്റിസ്റ്റുകളിലേക്കോ അല്ലെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസ വിചക്ഷണന്മാരിലേക്കോ ഒതുങ്ങാതെ സാധാരണ ആളുകളിലേക്ക് ഇത് എത്താൻ സഹായിച്ചത് തീർച്ചയായിട്ടും മൊബൈൽ ഫോണിന്റെ വ്യാപനമാണ്. അവിടെ നടന്ന പരീക്ഷണ നിരീക്ഷണങ്ങളാണ് ഇന്ന് നാം കാണുന്ന രീതിയിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ വികസിപ്പിച്ചതും അത് സാധാരണ ആളുകളിലിടയിൽ എത്തിച്ചതും. എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം, നമ്മുടെ ഇവിടെ ഈ കോഴ്സിൽ പങ്കെടുക്കുന്നവരെല്ലാം കൂടുതൽ ആളുകളും പ്രായമുള്ളവരാണെന്നുള്ളതാണ്. കാരണം കാലത്തിനൊത്ത് മാറുവാൻ നമ്മുടെ പ്രായമുള്ളവർ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ മാറുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറുപ്പക്കാരോടൊപ്പം നമ്മൾ തള്ളിപ്പോവാതെ, വയസ്സനായിട്ടൊരു മൂലയിൽ ഇരിക്കാതെ ചെറുപ്പക്കാർക്കൊപ്പം സഞ്ചരിക്കുവാൻ നമ്മുടെ പ്രായമായവരും അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞവരും തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിൽ അവരെത്തി എന്നുള്ളത് തീർച്ചയായിട്ടും വളരെയധികം ആഹ്ലാദിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ പങ്കജാക്ഷന്റെ അർപ്പണബോധവും അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതിയും ഇതുപോലുള്ള പ്രോഗ്രാമിനെ 100% വിജയിപ്പിക്കുമെന്നുള്ളതിന് എനിക്ക് സംശയമേ ഇല്ല. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് സജു രവീന്ദ്രൻ, അദ്ദേഹത്തെ എനിക്ക് നേരിട്ടറിയാം, അദ്ദേഹത്തിന്റെ രീതികളും സ്വഭാവങ്ങളും ഒക്കെ അറിയാം. ഇത്രയും ആത്മാർത്ഥമായി പ്രതിഫലേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ വളരെ കുറവാണ് എന്നാണ് എൻ്റെ നിഷ്പക്ഷമായ അഭിപ്രായം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ചേർന്ന് നടത്തുന്ന ഈ പ്രോഗ്രാം എന്തായാലും നമുക്ക് എല്ലാവർക്കും, ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും പ്രയോജനപ്പെടും എന്നുള്ളതിൽ ഒരു സംശയമില്ല. 100% എനിക്ക് ഉറപ്പുണ്ട്. ചേർന്നവർ ഭാഗ്യവാന്മാരാണ്. കാരണം ഈ കോഴ്സ് കഴിയുമ്പോൾ മറ്റാരോടും ചോദിക്കാതെ ഇതിന്റെ സാങ്കേതിക വശങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് പ്രയോജനപ്പെടുത്താനും പ്രയോഗിക്കാനും കഴിയും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ ചേർന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇതുപോലൊരു കോഴ്സ് നടത്താൻ തീരുമാനമെടുത്ത പങ്കജാക്ഷനെയും അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുന്നവരെയും അഭിനന്ദിക്കുന്നു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫീസ് ഉള്ളവർ തരിക, ഇല്ലാത്തവർ തരാതിരിക്കുക. ഇതൊരു തികച്ചും ഗാന്ധിയനായ ഒരു ജനാധിപത്യവാദിയുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരഭിപ്രായം. അപ്പൊ ഈ അഭിപ്രായം ഇത് പ്രായോഗികമാക്കാൻ പങ്കജാക്ഷൻ കാണിക്കുന്ന അർപ്പണബോധം ഉണ്ടല്ലോ, അതിനെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ആ ബോധം, ആ താല്പര്യം, ആ ചിന്ത നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക്, സാധാരണക്കാർക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ അവസരം തന്ന പങ്കജാക്ഷനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ബാക്കി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ. ബഹുമാന്യനായ ഉദ്ഘാടകൻ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ വി രാജസേന സാർ, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യനായ ശ്രീ ആര്യനാട് സത്യൻ, ശ്രീ സജ്ജു സാറ്, ശ്രീ ബഹുമാന്യനായിട്ടുള്ള പങ്കജാക്ഷൻ അവர்கள், നമ്മുടെ ഇവിടെ സംസാരിക്കുവാൻ വന്നിട്ടുള്ള നമ്മുടെ ഡോക്ടർ ജേക്കബ് കഞ്ചേരി, പ്രിയപ്പെട്ടവർ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ 7ാമത് കോഴ്സാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ ആധുനിക തലമുറ
എന്ന് പറയുമ്പോൾ അതിനകത്ത് വൃദ്ധർ ഉൾപ്പെടെയുള്ള ആദി എല്ലാവരും പെടും ഈ ആധുനിക തലമുറയിൽ. അതില് പിന്നെ വളരെ പ്രായം ചെന്നവർ 80 വയസ്സ് വരെ കഴിഞ്ഞവർ ഈ കോഴ്സിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെ ആശാവഹമായിട്ടുള്ളത്. പണ്ട് കാലയില് ഞാനൊക്കെ കൊച്ചിലപ്പോ എൻ്റെ ഒരു ഹൈസ്കൂൾ സ്റ്റാൻഡേർഡ് കാലം കമ്പ്യൂട്ടർ വ്യാപകമായി വരുവാൻ പോകുന്നു എന്നൊരു പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെ സമരം ചെയ്ത ഒരു വിദ്യാർത്ഥി വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഞാൻ. കമ്പ്യൂട്ടർ പാടില്ല, കമ്പ്യൂട്ടർ വൽക്കരണം ഉണ്ടായി കഴിഞ്ഞാൽ ധാരാളം തൊഴിൽ സാധ്യത നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ വിദ്യാർത്ഥി ഉൾപ്പെട്ട് ആ നീക്കത്തിന്, സർക്കാരിന്റെ നീക്കത്തിനെതിരെ സമരം ചെയ്യുകയുണ്ടായി. കമ്പ്യൂട്ടർ പാടില്ല എന്ന്. ഇന്ന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാതെ, കമ്പ്യൂട്ടർ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് ആധുനികമായിട്ടുള്ള പ്രവണതകൾ, ടെൻഡൻസികളുമായും ആധുനികമായിട്ടുള്ള രീതികളുമായും ആധുനികമായിട്ടുള്ള ശാസ്ത്രവുമായും ആധുനിക തലമുറ, ഞാൻ പറഞ്ഞതുപോലെ 80 വരെ ഉൾപ്പെടുന്ന ഈ തലമുറ യോജിച്ചു പോകുന്നത് വളരെ ആശാപൂർണമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ്. പിന്നീട് പിന്നെ നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ പങ്കജാക്ഷൻ അവരുടെ കോൺട്രിബ്യൂഷനാണ് ഇതിന് എല്ലാം പിന്നിലുള്ളത്. ഞാൻ മാധ്യമപ്രവർത്തനം തുടങ്ങുന്ന ഏതാണ്ട് 32 വർഷം മുമ്പ് അദ്ദേഹം വളരെ സൗമ്യശീലനായിട്ട് നമ്മുടെ മെത്രാനികേതൻ വിശ്വനാഥൻ സാറിനെ ഓർമ്മിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഡോക്ടർ ജി രാമേന്ദ്രൻ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം പത്ര ഓഫീസുകളിൽ വരാറുണ്ടായിരുന്നു. പിന്നീട് ഇത്രയും 30 വർഷത്തിന് ശേഷം ഞാൻ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ അവിടെ പോയപ്പോഴത്തേക്കും ആ ഗോശാലയിൽ ഒരു ചെറിയൊരു കൈമുണ്ടും എടുത്ത് ആ ഗോശാലയിൽ നിന്ന് ചാണകം വരുന്ന ഒരു സാധാരണ ഗ്രാമീണ കർഷകനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തി അത് കണ്ടപ്പോ യഥാർത്ഥത്തിൽ ഗാന്ധി ഉദ്ദേശിച്ച ഗ്രാമസ്വരാജ് എന്ന് പറയുന്നതിന്റെ അർത്ഥ സമ്പുഷ്ടത, വ്യക്തി എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ കോൺട്രിബ്യൂഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ വ്യക്തി എങ്ങനെയാണ് ലളിതമായ ജീവിതത്തിലൂടെ സ്വയം വാർക്കുകയും സമൂഹത്തിന് മാതൃകയായി തീരുകയും ചെയ്യുക എന്നുള്ളത് കാണുവാൻ കഴിഞ്ഞത് ശ്രീ പങ്കജാക്ഷൻ അവരുടെ ഗോശാലയിൽ നിന്ന് ചാണകം വാരുന്ന ആ രംഗമാണ്. ഞാൻ തന്നെ പിന്നെ അതുമായി താതാമ്യം പ്രവചിക്കുന്ന മനസ്സ് ഇപ്പൊ തന്നെ എനിക്കുണ്ടായി എന്നുള്ളതാണ്. അത്തരത്തിൽ നമ്മൾ എത്ര ആധുനികത സംസാരിച്ചാലും മഹാത്മാഗാന്ധി ഉദ്ദേശിച്ച ഗാന്ധിയൻ ദർശനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിത രീതി അദ്ദേഹം തുടരുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഏറ്റവും പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമൂഹത്തിൽ എത്തിക്കുവാൻ വേണ്ടി അദ്ദേഹം വളരെ ടാലന്റി ആയിട്ടുള്ള നമ്മുടെ സജു സാറിന് ഇതിലേക്ക് പരിപാടിയായി സ്വീകരിച്ചു. മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഞാൻ കഴിഞ്ഞ ബാച്ചിന്റെ ഒരു വിദ്യാർത്ഥിയായിരുന്നു, ഞാനത് പഠിച്ചു. ഞാൻ ഇപ്പോൾ ഞാൻ കേരള പത്രത്തിന്റെ സമിതി അംഗമായിരുന്നു ദീർഘകാലം. അത് കഴിഞ്ഞിട്ട് റിട്ടയർഡ് ആയതിനു ശേഷം 5 വർഷത്തിലിപ്പുറം ഡിജിറ്റൽ പത്രത്തിന്റെ എടുത്തു. നമുക്ക് ഡിജിറ്റൽ പത്രം എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങ് സ്വീകാര്യത കിട്ടി തുടങ്ങിയിട്ടില്ല. എന്നാലും ഡിജിറ്റൽ പത്രത്തിന് ഏതാണ്ട് 2 ലക്ഷം വായനക്കാരുണ്ട്. ആ ഡിജിറ്റൽ പത്രത്തിന് ഞായറാഴ്ച ഒരു പതിപ്പ്, പലപ്പോഴും ഞായറാഴ്ച പതിപ്പില് പലപ്പോഴും ആവശ്യത്തിന് കഥയോ ലേഖനമോ കിട്ടാറില്ല. അപ്പോ ഞാൻ ഈ പറയുന്നതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഐക്ക് ജെമിനി ഓൺ ചെയ്തിട്ട് ജെമിനിയോട് ഒരു വിഷയം കൊടുത്തു. ആധുനികതയിൽ സ്ത്രീകളോടുള്ള സമീപനവും, അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വുമൺ എന്ന് കൊടുത്തപ്പോഴത്തേക്കും നല്ലൊരു ലേഖനം. അതിന് നേരെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പോയി മലയാളത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഭംഗിയായിട്ടുള്ള ഒരു ലേഖനമാണ്. ആദ്യം മുതൽ അവസാനം വരെ ഞാൻ വായിച്ചു. അതിനകത്ത് ചില ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, ചില തെറ്റുപറ്റുകൾ വരും. അദ്ദേഹം പ്രസംഗിച്ചു എന്നുള്ളതിന് പകരം അദ്ദേഹം പ്രസവിച്ചു എന്നായിരിക്കും എഴുതി വരിക. അതൊക്കെ ഒന്ന് വായിച്ച് തിരുത്തി കഴിഞ്ഞാൽ ഭംഗിയായിട്ടുള്ള ലേഖനമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി കിട്ടിയത്. ഒരു കവിത, പ്രണയത്തെക്കുറിച്ച് കവിത എഴുതാൻ പറഞ്ഞപ്പോൾ നല്ലൊരു കവിത എഴുതി തന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അത് യന്ത്രം എഴുതുകയല്ല, മറിച്ച് മാനവ വിഭവശേഷിയുടെ ഡേറ്റ അങ്ങോട്ട് കൊടുത്ത് മാനവ വിഭവശേഷി മുഴുവനും, മനുഷ്യ ബുദ്ധി മുഴുവനും അതിനകത്ത് ഡേറ്റ ആയിട്ട് നിയന്ത്രിച്ച് വെച്ചിട്ട് ശേഷമാണ് അത് തിരിച്ചിങ്ങോട്ട് നമുക്ക് ഫീഡ്ബാക്ക് ആയിട്ട് തരുന്നത്. അതുകൊണ്ട് നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് മനുഷ്യ ബുദ്ധി തന്നെയാണ്, പക്ഷെ ചെറിയ വേരിയേഷൻസ് വരും. എന്നിരുന്നാൽ തന്നെയും ഇത്തരം കോഴ്സുകൾ ആധുനിക തലമുറയ്ക്ക് അവരുടെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കുവാനുള്ള സാങ്കേതികത്വം നമ്മുടെ പങ്കജാക്ഷണങ്ങളും സാജു രവീന്ദ്ര സാറും എല്ലാം കൂടെ പകർന്നു തരുന്നതിൽ വളരെ അഭിമാനം ഞങ്ങൾക്കുണ്ട്. ഈ
സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. നമുക്ക് അടുത്ത് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി, നേച്ചർ ലൈഫ് ഇന്റർനാഷണലിന്റെ ചെയർമാനാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു. ഓക്കെ, വളരെ സന്തോഷമുണ്ട്. സാധാരണക്കാരിലേക്ക് പുതിയ അറിവുകളെ എത്തിക്കുന്ന ശാന്തിഗ്രാമിന്റെ ഈ സംരംഭത്തിൽ പങ്കെടുക്കുന്നതിൽ വാസ്തവത്തിൽ ഈ ഒരു ലോകത്തിന്റെ മാറ്റം നമുക്കൊന്നും പിടികിട്ടാത്ത രീതിയിലുള്ളൊരു മാറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം പിന്നിലായി പോയി കഴിഞ്ഞാൽ ഒരു യുഗം പിന്നിലായി എന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പുതിയ തലമുറയുടെ മുന്നിൽ ഒരു 40 കഴിഞ്ഞവർക്ക് പോലും പിടിച്ചു നിൽക്കാനാവാത്ത ഒരവസ്ഥ വന്നു ചേർന്നിട്ടുണ്ട്. കൊച്ചുകുട്ടികൾ വരെ അവർ സംസാരിക്കുന്ന ഭാഷ നമുക്ക് അവരോടൊപ്പം നിന്നില്ല എങ്കിൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ്. അതിന് നല്ല വശങ്ങളും ഉണ്ട്, തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള തകരാറുകള്, അപകടങ്ങള്, ചതിക്കുഴികൾ ഇതെല്ലാം അതിൽ വരുന്നുണ്ട്. ഇത് അറിയാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല. അറിയണം, അതിൽ നിന്ന് ആവശ്യമുള്ളത് നല്ലത് തിരഞ്ഞെടുക്കാനും ജാഗ്രത പാലിക്കാനും വേണ്ടാത്തതിനെ തള്ളിക്കളയാനും നമുക്ക് സാധിക്കണം. അപ്പോ ശാന്തിഗ്രാമിന്റെ ഈ സംരംഭത്തില് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഞാനും ഈ ക്ലാസ്സിൽ പ്രാവശ്യം പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറെ കൂടെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ, കിട്ടാവുന്ന എല്ലാറ്റിനെയും സ്വീകരിക്കാൻ, നല്ലതെല്ലാറ്റിനെയും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. നമ്മുടെ അതിഥികളൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. നമുക്കിനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് നമ്മൾ നീങ്ങാൻ പോകുന്നത്. അതിന്റെ ഉപസംഹാരമൊന്നും തൽക്കാലം ഞാൻ നടത്തുന്നില്ല. ക്ലാസ്സിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് പ്രവേശിക്കാം. സജു ടെക്നിക്കലി മാത്രമല്ല ഒരു നല്ല നടൻ കൂടെയാണ് സജു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അവതരണത്തിന് അത്തരത്തിലുള്ള ഒരു വശീകരണം കൂടെ ഉണ്ടാവും. ആ വശീകരിക്കപ്പെടുന്ന കാര്യം വിഷയത്തിൽ കൂടെ അദ്ദേഹം നമ്മുടെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ തീർച്ചയായും നമുക്കിതൊരു പുതിയ അനുഭവമായിരിക്കും. ശ്രീ സജുവിനെ ഈ ക്ലാസ്സിലേക്ക് ആദരപൂർവ്വം ഇതിന്റെ നടത്തിപ്പിന് വേണ്ടി ക്ഷണിച്ചു കൊടുക്കുന്നു. ബഹുമാന്യരെ, എന്റെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു സത്യൻ സാറ് എന്റെ ഒരു അധ്യക്ഷതയിൽ തുടങ്ങിയ ഒരു ഉദ്ഘാടന സമ്മേളനത്തിൽ ഈ ക്ലാസ് ആരംഭിക്കാൻ പറ്റിയത് തന്നെ വലിയ സന്തോഷമായി കരുതുന്നു. രാജസേൻ സാറ്, ജിനൻ, എല്ലാവരും, ജേക്കബ് വടക്കാഞ്ചേരി സാറ്, അദ്ദേഹത്തെ എനിക്ക് വളരെ പണ്ട് മുതലേ എനിക്ക് പരിചയമുണ്ട്. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെ ഈ ഉദ്ഘാടന പരിപാടി അതിഗംഭീരമായി തന്നെ നടന്നു പങ്കജേഷ് സാറിന്റെ നേതൃത്വത്തിൽ. ഇന്ന് ക്ലാസ് ഒരു ആദ്യ ക്ലാസ്സിൽ ഇന്ന് സാങ്കേതികമായ കാര്യങ്ങളൊന്നും ഞാൻ തുടങ്ങുന്നില്ല. അടുത്ത വ്യാഴാഴ്ചയാണ് അടുത്ത ഔപചാരികമായ ഒരു ക്ലാസ് ആരംഭിക്കുന്നത്. ഇന്ന് നമ്മുടെ ഉദ്ഘാടകനും അതുപോലെ തന്നെ സത്യൻ സാറും ഒക്കെ പങ്കുവെച്ചത്, ജേക്കബ് വടക്കാഞ്ചേരി സാറും ഒക്കെ പങ്കുവെച്ചത് ഒരു ചില ആശങ്കകളും. ജിനൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സാറ് സത്യ സാറിന്റെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്താൽ കൊള്ളായിരുന്നു. ഓക്കെ. അപ്പോ ഇതിനകത്ത് ഉള്ള ചില ആശങ്കകളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക, ഇത് തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു സാങ്കേതിക വിദ്യ എന്നതാണ്. കഴിഞ്ഞ ദിവസം വന്ന വാർത്ത അനുസരിച്ച് ആമസോണിൽ ഏതാണ്ട് 5 ലക്ഷത്തോളം ആൾക്കാര് ഭീഷണിയിലാണ്. ഏത് നിമിഷം വേണോ തൊഴിൽ നഷ്ടപ്പെടാം. 50,000-ഓളം പേര് പിരിച്ചുവിട്ടു. ഇതിനകം തന്നെ മെഡിക്കൽ സയൻസിൽ
രണ്ട് വിഭാഗം ഇല്ലാതായി കഴിഞ്ഞു, റേഡിയോളജിസ്റ്റും പാത്തോളജിസ്റ്റും. റേഡിയോളജിസ്റ്റുമാരിപ്പോ ഡ്യൂട്ടി ഡോക്ടർമാരായിട്ട് പോയിക്കൊണ്ടിരിക്കുക, പാത്തോളജിസ്റ്റ്. ഈ രണ്ട് രംഗവും ഇതിനകം തന്നെ നിർമ്മിത ബുദ്ധിയിലേക്ക് വന്നു. അതുപോലെ തന്നെ കലാരംഗത്ത് മ്യൂസിക് രംഗമാണ് ഇതിൽ ഏറ്റവും വലിയ ഭീഷണി. ഹോളിവുഡിൽ സമരം നടക്കുകയാണ്. സംഗീതജ്ഞന്മാരും ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ആൾക്കാരും സംഗീത സംവിധായകരും എല്ലാം തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു ഭീഷണിയിലാണ്. അപ്പൊ ഇത് സകല മേഖലയിൽ അഡ്വക്കേറ്റ് പ്രൊഫഷൻ തന്നെ ഇല്ലാതാവുമെന്നാ പറയുന്നത്. പല മേഖലയിലെയും തൊഴിൽ നഷ്ടപ്പെടുകയും തൊഴിലുകൾ തന്നെ ഇല്ലാതാവുകയും. ഇതില് UN-ന്റെ ഒരു പഠനം അനുസരിച്ച് ഏതാണ്ട് 20,000-ഓളം തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിൽ മേഖല തന്നെ അപ്പാടെ ഇല്ലാതാവുക. അതൊരു വശത്ത്. അതുപോലെ തന്നെ ഈ തൊഴിൽ മേഖലകൾ ഇല്ലാതാവുമ്പോൾ പുതിയ ധാരാളം തൊഴിൽ മേഖലകൾ ഇതിനകത്ത് ജനറേറ്റ് ചെയ്യപ്പെടും. അപ്പൊ എന്ത് തന്നെ ആയാലും ഈ ഒരു സാങ്കേതിക വിദ്യ യാഥാർത്ഥ്യമാണ്. ഈ സാങ്കേതിക വിദ്യയെ കൂടാതെ നമുക്കിനി നിൽക്കാൻ പറ്റില്ല. മുമ്പ് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയും അല്ലെ, ഇൻഫർമേഷൻ ടെക്നോളജി അറിയാത്തവനും അറിഞ്ഞൂടാത്തവനും തമ്മിലുള്ള ഒരു വ്യത്യാസം. അതിനേക്കാൾ ഭീകരമായിരിക്കും നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാത്തവനും നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ മനുഷ്യന്റെ സകല ഇടപാടുകളിലും രംഗങ്ങളിലും ഇടപെടാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. അപ്പൊ ഇത് എങ്ങനെ ഉപയോഗിക്കണം, ഇതെന്താണ് ഇതിന്റെ പ്രയോജനം, ഇതെങ്ങനെ പോസിറ്റീവായി നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും എന്നതാണ് നമ്മുടെ ഈ കോഴ്സിൽ കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്കറിയാം, ഇത് ഇന്ന് നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് ധാരാളം വീഡിയോകളിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്നു. ആ സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോകൾ അത് നിർമ്മിത ബുദ്ധിയിൽ ജനറേറ്റ് ചെയ്തതാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള വീഡിയോ. അത് സൗജന്യമായി നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള. അപ്പൊ പല ആൾക്കാർ അത്തരം വീഡിയോകൾ വരുമ്പോൾ അതിനകത്ത് ബഹുഭൂരിപക്ഷം ആൾക്കാരും ലൈക്ക് ചെയ്യുകയും അത് യാഥാർത്ഥ്യമുള്ള വീഡിയോ ആണ് എന്നുള്ള നിലയിൽ കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന ചിത്രങ്ങൾ. ജിനൻ സാർ പറഞ്ഞതുപോലെ ലേഖനങ്ങളും കഥയും കവിതയും ഒക്കെ AI ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാം. അതൊന്നുമല്ല AI-യുടെ യഥാർത്ഥത്തിൽ ഉള്ള പ്രയോജനം. ആ പ്രയോജനം എങ്ങനെ നമുക്ക് ഈ സംവിധാനത്തെ പുതിയ ലോകം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി, മനുഷ്യന് കൂടുതൽ നന്മയുള്ള ഒരു ലോകം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗുണകരമായി ഈ ടെക്നോളജി നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്ന ദിശാബോധത്തോടു കൂടിയാണ് നമ്മൾ ഇത് പഠിച്ചു തുടങ്ങുന്നത്. നോക്കുക, ഇവിടെ നമ്മൾ ഇതൊരു സാങ്കേതിക വിദ്യയാണ്. ഇതിൽ നമ്മുടെ 2 സ്ട്രെങ്ത് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട്. ഒന്ന്, നമ്മുടെ ഭാഷ, മാതൃഭാഷ മാത്രം മതി. മാതൃഭാഷ മാത്രം അറിഞ്ഞിരുന്നാൽ മതി നമുക്ക് ഈ ഭൂമുഖത്തുള്ള എന്ത് കാര്യവും നമുക്ക് സാധിക്കാം. നമ്മുടെ മാതൃഭാഷയിലൂടെ ലോകത്തെ ഏത് ഭാഷയും നമുക്ക് മനസ്സിലാക്കാനും ആ ഏത് ഭാഷയിലുള്ള വിവരവും നമുക്ക് നേടിയെടുക്കാനും ഏത് ഭാഷയിലോട്ട് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്ക് കഴിയും. അത് ഇതിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. മുമ്പ് ഭാഷാ പ്രാവീണ്യമില്ലാത്തത് കൊണ്ട് മാത്രം പലതും നമ്മൾ മാറ്റിവെക്കേണ്ടി വന്നു, പലരെയും ആശ്രയിക്കേണ്ടി വന്നു, പലതും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു വലിയൊരു തടസ്സമായി മാറി. ആ തടസ്സം നിർമ്മിത ബുദ്ധിയിലൂടെ വളരെ ലളിതമായി ഇല്ലാതാവുന്നു. 2, ഇതിന് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്. നമ്മുടെ മൊബൈൽ ഫോൺ, എല്ലാ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്. ഒരു കമ്പ്യൂട്ടറോ ഒരു മൊബൈൽ ഫോണോ മാത്രം. അതിന്റെ ശക്തി നോക്കുക. മനുഷ്യന്റെ ഇന്നോളമുള്ള ശാസ്ത്ര ദൗത്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ശാസ്ത്ര ദൗത്യം മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയച്ചതാണ്. മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുമ്പോൾ അതിനകത്തൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, അപ്പോളോ കമ്പ്യൂട്ടർ സിസ്റ്റം. ആ കമ്പ്യൂട്ടർ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുന്ന ആ ദൗത്യത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് ആ കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. ആ കമ്പ്യൂട്ടർ സിസ്റ്റവും നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അത് അതിന്റെ റോമിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 7 ലക്ഷം
മടങ്ങ് ശക്തിയുള്ള സാധനമാണ് നമ്മളെ. അതായത് അപ്പോളോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഉള്ളതിനേക്കാൾ 7 ലക്ഷം മടങ്ങ് ശക്തിയുള്ള സാധനമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം. നോക്കുക. അപ്പൊ നോക്കുക, 7 ലക്ഷം. അത് റാമിന്റെ കാര്യമായി കഴിഞ്ഞാൽ അത് 70 ലക്ഷം. പ്രോസസർ സ്പീഡുമായി നോക്കിക്കഴിഞ്ഞാൽ അത് 1 ലക്ഷം മടങ്ങ് ശക്തിയുള്ള സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ. പരം എന്ന സൂപ്പർ കമ്പ്യൂട്ടറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ തനതായൊരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. നമ്മുടെ തനത് സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുത്ത ഒരു സൂപ്പർ. കാലാവസ്ഥാ ഗവേഷണത്തിന് വേണ്ടിയായിരുന്നു അത് വികസിപ്പിച്ചെടുത്തത് 1991. ആ സൂപ്പർ 91 സൂപ്പർ കമ്പ്യൂട്ടറുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ അതിൽ നിന്നും 10,000 മടങ്ങ് ശക്തിയുള്ള സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ. ഈ 2 മഹാശക്തി നമ്മുടെ ഭാഷ, നമ്മുടെ മാതൃഭാഷ മാത്രമല്ല. അതായത് ഇന്ന് ലോകത്ത് ഏതാണ്ട് 7,000-ഓളം ഭാഷകളുണ്ട്. അതിൽ പലതിനും ലിപിയില്ല. ഇന്ന് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന 173 ഭാഷയുണ്ട്. അത് യൂണിക്കോഡ് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന 173 പ്രധാന ഭാഷകളെല്ലാം ഇതിനകത്ത് വരുന്നു. 170 ഈ ഭാഷകളിൽ നമ്മുടെ മലയാളം ഉൾപ്പെടും. ഈ ഭാഷകളില് വളരെ ഹൈ റിസോഴ്സ് ലാംഗ്വേജുകളുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ഒരു ഹൈ റിസോഴ്സ് ലാംഗ്വേജ് ആണ്. ഹിന്ദിയും ഒരു ഹൈ റിസോഴ്സ് ലാംഗ്വേജിൽ പെടുന്നു. അടുത്തൊരു മീഡിയം റിസോഴ്സ് ലാംഗ്വേജുകളുടെ ഒരു പട്ടികയുണ്ട്. അതിൽ നമ്മുടെ മലയാളം ഇല്ല. അതിൽ തമിഴുണ്ട്. ലോ റിസോഴ്സ് ലാംഗ്വേജുകളുടെ കൂട്ടത്തിലാണ് നമ്മുടെ മലയാളം. നമ്മുടെ മലയാളം ലോ റിസോഴ്സ് ലാംഗ്വേജ് ആവുമ്പോ നമുക്കറിയാം, നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന അതേ സംവിധാനത്തിൽ നമുക്ക് മലയാളത്തിൽ ഒരു റിസൾട്ട് കിട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ നമ്മുടെ ഈ കോഴ്സിന്റെ ഭാഗമായി ഹൈ റിസോഴ്സ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെ ലോ റിസോഴ്സ് ലാംഗ്വേജ് ആയ മലയാളം ഉപയോഗിക്കാനുള്ള സങ്കേതങ്ങളും ടെക്നിക്കുകളും ഒക്കെ നമ്മൾ ഇതിനകത്ത് പരിശീലിപ്പിക്കും. അപ്പൊ നമുക്ക് മാതൃഭാഷ ഉപയോഗിക്കാനല്ല, അത് എഴുതണമെന്നില്ല, പറയാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എഴുതേണ്ട കാര്യമില്ല. അക്ഷരത്തെറ്റ് എഴുതുമ്പോൾ അക്ഷരത്തെറ്റും ടൈപ്പ് ചെയ്യുമ്പോൾ പറ്റുന്നില്ല. ഹാൻഡ് റൈറ്റിംഗ് ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും എഴുതുമ്പോൾ പിശക് വരും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരാളുടെ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് രേഖപ്പെടുത്താൻ പറ്റാതെ വരും. എഴുതിപ്പോയി കഴിഞ്ഞാൽ അക്ഷരത്തെറ്റ് വരുമല്ലോ, അക്ഷരത്തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് നാണക്കേടല്ലേ എന്ന് കരുതി നിങ്ങളുടെ അഭിപ്രായം പറയാൻ നിന്ന് പിന്മാറുന്ന സാഹചര്യം പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഇനി ആ പ്രശ്നമില്ല, നമുക്ക് പറഞ്ഞാൽ മതി. അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആ ഭാഷാപരമായ പരിമിതിയെ നമ്മൾ സാങ്കേതികമായ പരിമിതിയെ ഒക്കെ മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നേറാൻ പറ്റുന്ന ഒരു സാധനം. അപ്പൊ ഇത് പഠിക്കുക എന്ന് പറയുന്നത് നമ്മളിത് പലപ്പോഴും ഇതൊരു വലിയ ഉന്നത സാങ്കേതിക വിദ്യയല്ലേ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യയല്ലേ ഈ കമ്പ്യൂട്ടറിന്റെ സാങ്കേതിക വിദ്യ പോലെ. കമ്പ്യൂട്ടർ പഠിക്കണമെങ്കിൽ ഒരു മിനിമം ലെവൽ ഓഫ് നോളജ് വേണം, അല്ലെ? അപ്പോ അങ്ങനെ ഉള്ള ഒരു മിനിമം ലെവൽ നോളജിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു നോളജിന്റെ ആവശ്യമില്ല. ഇതിനകത്ത് ധാരാളം നമുക്ക് ChatGPT, ജെമിനി എന്നൊക്കെ പറയുന്ന ചില ടൂളുകളുണ്ട്. അത് മാത്രമല്ല, ഓരോ ദിവസവും 100 കണക്കിന് ഇതുപോലെ നിർമ്മിത ബുദ്ധിയുടെ ടൂളുകൾ വന്നുകൊണ്ടിരിക്കുക. 100 കണക്കിന് ടൂളുകൾ. അപ്പൊ ഈ ടൂളുകളിൽ പലതും പെയ്ഡാണ്, പൈസ കൊടുക്കണം. ലൈസൻസ്ഡ് വെർഷനാണ്. ഈ ലൈസൻസ്ഡ് വെർഷൻ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനകത്തൊരു മിനിമം ഫ്രീ ഒക്കെ കാണും, ഒരു മിനിമം ക്രെഡിറ്റ് ഒക്കെ കാണുള്ളൂ. അപ്പൊ നമ്മളെ ഈ കോഴ്സിനകത്ത് നമ്മൾ പൂർണ്ണമായും സൗജന്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന ടൂളുകളെ മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ. ഇനി പെയ്ഡ് ടൂളുകളുണ്ട്. ഈ പെയ്ഡ് ടൂളുകളും സൗജന്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന ചില ചപ്പടി വിധികളുണ്ട്, കുതന്ത്രങ്ങളുണ്ട്. അതും നമ്മൾ ഇതിനകത്ത് അതും എങ്ങനെയാണ്. ഇപ്പൊ ChatGPT 5 പൈസ കൊടുത്താലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക്
ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മാർഗങ്ങളുണ്ട്. അത്തരം മാർഗങ്ങൾ നമ്മൾ ഇനി സൗജന്യമായി ഉപയോഗിക്കാനല്ല, ഫ്രീ പെയ്ഡായി ഉപയോഗിക്കാൻ പറ്റുന്ന പല ടൂളുകളെയും നമുക്ക് ഈ പറയുന്ന പല രീതികളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ ടെക്നിക്കുകളും നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തി. ഇനി നമ്മൾ ഇത് എങ്ങനെയാ പഠിപ്പിക്കുന്നത്? ഇത് നമ്മളിപ്പോ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഇങ്ങനെ മുഖാമുഖം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയവും ഉണ്ടാവും, അല്ലെ? നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ച് ഒരു ആശങ്കയും വേണ്ട. നമ്മളിവിടെ പഠിപ്പിക്കുന്ന ഒരു രീതി റിഫ്ലക്റ്റ് ലേണിംഗ്, മൈക്രോ ലേണിംഗ് തുടങ്ങിയ ഒരു പഠന രീതികളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോ റിഫ്ലക്റ്റർ ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളിൽ നിന്ന് ഒരു റിഫ്ലക്ഷൻ ആവശ്യമാണ്, പ്രതികരിക്കണം. ആരും പ്രതികരിക്കുന്നില്ല എങ്കിൽ അത് ഭയങ്കര വിരസമായ ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ഓരോ ദിവസവും 2-3 ക്വിക്ക് റെസ്പോണ്ടന്മാരെ തിരഞ്ഞെടുക്കും. അത് നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസം റെസ്പോണ്ടന്മാരായിട്ട് പറഞ്ഞു, ആരും മാറി നിൽക്കരുത്. റെസ്പോണ്ടന്മാരോട് ചോദ്യം ചോദിച്ച് ഞാൻ വിഷമിപ്പിക്കുകയൊന്നുമില്ല, അല്ലെ? നിങ്ങൾ പ്രതികരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ പ്രതികരിക്കുക. അത് ക്ലാസ് കുറച്ച് ആയാസരഹിതമാവുകയും രസകരമാക്കാനും ഒക്കെ നിങ്ങളുടെ ചെറിയ പ്രതികരണങ്ങൾ സാധിക്കും. അതുപോലെ തന്നെ ഈ പഠിപ്പിക്കുന്നത് ഒരു കണ്ടിന്യൂറ്റി. ഇന്നൊരു ഭാഗം പഠിപ്പിക്കുന്നു, ആ പഠിപ്പിക്കുന്നതിന്റെ അടുത്ത ഭാഗമാണ് നാളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ഒന്നും ഇതിനകത്തില്ല. ഒരു ദിവസം തന്നെ വ്യത്യസ്തമായ 2-3 കാര്യങ്ങളായിരിക്കും. ഓരോന്നും ഓരോ സെക്ഷനും അവിടെ നിന്ന് ആരംഭിച്ച് അവിടെ അവസാനിപ്പിക്കുന്ന രീതിയിലായിരിക്കും. ഒരു മൈക്രോ മോഡ്യൂളുകളായിരിക്കും, ആ ഒരു രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പൊ അത് ഒരു ദിവസം തന്നെ 2-3 സ്കില്ലുകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൈക്രോ ലേണിംഗ് പാറ്റേൺ ആയിരിക്കും പഠിപ്പിക്കുന്നതിന്. നമ്മൾക്കറിയാം, പഠിപ്പിക്കാൻ ഈ പല പെഡഗോഗി ഉണ്ട്. കുട്ടികളെ പഠിപ്പിക്കുന്ന പെഡഗോഗി എന്ന്, മുതിർന്ന ആൾക്കാർക്ക് പഠിപ്പിക്കുന്ന ആൻഡ്രിഗോഗി എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഇപ്പോ ഈ വയോജന വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഈ തൊഴിൽ പരിശീലനങ്ങൾ തൊഴിലിന്റെ അപ്സ്കില്ലിംഗ് ഒക്കെ പരിശീലിപ്പിക്കുന്നത് ആൻഡ്രിഗോഗി ശൈലിയിലാണ്. ഇപ്പൊ ഞാൻ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ആൻഡ്രിഗോഗി ശൈലിയിലാണ്. അപ്പൊ പ്രായം എന്ന് പറയുന്നത് ഇതിനകത്തൊരു പ്രശ്നമേ ഇല്ല. ഏത് പ്രായമുള്ള ഒരാളിനും മനസ്സിലാവുന്ന രീതിയിൽ, മനസ്സിലാവുന്ന വിധത്തിൽ തന്നെയായിരിക്കും നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഒരു ദിവസത്തെ ക്ലാസ് നിങ്ങൾ മിസ്സായാലും നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിന് മുമ്പ് മിക്കവാറും അന്ന് രാത്രിയോ അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെയോ തന്നെ ഈ ക്ലാസ് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. അതൊരു പ്രൈവറ്റ് വീഡിയോ ആണ്. അത് മറ്റാർക്കെങ്കിലും ഷെയർ ചെയ്താൽ അവർക്ക് കാണാൻ പറ്റില്ല. നിങ്ങളുടെ ഇമെയിൽ ID വാങ്ങിയത്, നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ വാങ്ങിയത് അതിനു വേണ്ടിയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ലിങ്ക് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രൈവറ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ അയക്കുന്നത്. അത് നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ ആണ് വരുന്നതെന്നുള്ള കാര്യമല്ല അതിനകത്ത് സൂചിപ്പിച്ചിരിക്കും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിന്റെ സാങ്കേതികമായ കാര്യങ്ങൾ സഹായിക്കുന്നത് രാംകിരണാണ്. രാംകിരണിന്റെ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. രാംകിരണിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സിന് സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നവും രാംകിരൺ പരിഹരിക്കും. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഇനി ഒരു കാര്യം കൂടെ ഞാൻ നമ്മുടെ സമയം അതിക്രമിച്ചു. ഇത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ തകർക്കില്ലേ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് നമ്മൾ നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്ലാസ് തുടങ്ങിയ സമയം മുതൽ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഒരു സ്കിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കവിത എഴുതുന്ന ആള്, കഥ എഴുതുന്ന ആള്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു സ്കില്ലുണ്ട് എങ്കിൽ നിങ്ങളുടെ ആ സ്കില്ല് ഉപയോഗിക്കാൻ, അതായത് കവിത എഴുതുന്ന ആൾ ഒരു കാരണവശാലും
നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കവിത എഴുതരുത്. കഥ എഴുതുന്ന ആൾ ഒരിക്കലും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കഥ എഴുതരുത്. പക്ഷേ നിങ്ങളുടെ ആ സ്കില്ലുകളെ ബൂസ്റ്റ് ചെയ്യാൻ, ഉദാഹരണത്തിന് നിങ്ങളൊരു നോവൽ എഴുതുന്നു. നോവലിന്റെ ഒരു പ്രധാന കഥാപാത്രം ഒരു 7 സ്റ്റാർ ഹോട്ടലിലാണ് ആ സംഭവം നടക്കുന്നത്. 7 സ്റ്റാർ ഹോട്ടലിനകത്തുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല. അവിടെയുള്ള ഫുഡുകൾ എന്താണ്, അവിടെയുള്ള മറ്റു സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ ആ നോവലിൽ അത് വരണം. നിങ്ങൾക്ക് നിർമ്മിത ബുദ്ധിയോട് ചോദിക്കാം ആ കാര്യങ്ങൾ. അപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ അങ്ങനെയുള്ള രീതികളിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇത് ഉപയോഗിക്കാം. നിങ്ങൾ എഴുതുന്നു, നിങ്ങളുടെ എഴുത്തിൽ അക്ഷരത്തെറ്റുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഡിസ്ലെക്സിയ ഉണ്ട്, എനിക്ക് പ്രശ്നമുണ്ട്, ഡിസ്ലെക്സിയ ഉണ്ട്. എഴുതുന്ന കാര്യങ്ങളിൽ നമുക്ക് അക്ഷരത്തെറ്റ് വരും. ചിലപ്പോൾ രണ്ടാമത്തെ വായനയിൽ അത് കുറേയൊക്കെ പരിഹരിക്കും, എന്നാലും കുറച്ച് അക്ഷരത്തെറ്റുകൾ അവശേഷിക്കും. ആ അക്ഷരത്തെറ്റുകൾ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് AI ഉപയോഗിക്കാം. ഇത് നമ്മുടെ ഒരു അസിസ്റ്റന്റ് ആണ്, നമ്മുടെ ഒരു സഹായിയാണ്, നമ്മുടെ ഒരു ഉപദേശകനാണ്, നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരാളാണ്. അപ്പൊ ഈ അറിഞ്ഞൂടാത്ത കാര്യങ്ങളിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ആ ആൾ, അത് ലോകത്തെ ആരാവണം, ഈ തിരഞ്ഞെടുക്കുന്ന നമ്മൾ ഉപദേശം ചോദിക്കുന്ന ആൾ ആരാവണം എന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് സംബന്ധമായ ഒരു സംശയമാണ് ചോദിക്കുന്നതെങ്കിൽ ഏത് എഞ്ചിനീയറോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്, അയാൾ ആരായിരിക്കണം എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, ആ ആളിനെ നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും, അത് നമ്മൾ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിപ്പിക്കും. അപ്പൊ ഇത് നമ്മളിവിടെ ക്ലാസ് ആരംഭിക്കുന്ന സമയത്ത് നിർമ്മിത ബുദ്ധി, അന്ന് ChatGPT മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ChatGPT കഴിഞ്ഞിട്ട് പിന്നെ അത് ബാർഡ് വന്നു, അത് കഴിഞ്ഞിട്ട് മെറ്റ വന്നു. അങ്ങനെ വളരെ ചുരുക്കം ചില AI ടൂളുകൾ മാത്രമേ 2023 ഉണ്ടായിരുന്നു. അന്ന് ഇതിന്റെ ഈ നിർമ്മിത ബുദ്ധിയുടെ നോളജ് വളരെ പരിമിതമായിരുന്നു. ഇന്ന് നമുക്ക് മലയാളം നമുക്ക് ഉപയോഗിക്കാം. മലയാളത്തിൽ പ്രോംപ്റ്റ് നിർദ്ദേശങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് മലയാളത്തിൽ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്ത് വരും. അപ്പൊ അതൊരു ലോ റിസോഴ്സ് ലാംഗ്വേജ് ആയതുകൊണ്ട് അത്തരത്തിൽ ഇതൊക്കെ ജനറേറ്റ് ചെയ്ത് വരുമ്പോൾ അതിനകത്തുള്ള പാകപ്പിഴകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും. അതിനൊരു പരിഹാരമുണ്ട്, അത് നമ്മൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കും. അപ്പോ നമ്മൾ അന്ന് ഇതിനകത്തുണ്ടായിരുന്ന ലേൺ ചെയ്ത് വെച്ചിരുന്ന നിർമ്മിത ബുദ്ധിയെ പഠിപ്പിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ മാത്രമാണ് നിർമ്മിത ബുദ്ധിക്ക് അറിയാവുന്നത്. അതായത് ലോകത്തുള്ള കുറെ പുസ്തകങ്ങൾ, കുറെ ഗവേഷണ പ്രബന്ധങ്ങൾ, നോവലുകൾ, ക്ലാസിക്കുകൾ, ഇങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങളൊന്നും അതിന് അറിയില്ലായിരുന്നു. ഇന്നത് മാറി. ഇന്ന് നിർമ്മിത ബുദ്ധി ഇന്റർനെറ്റിൽ ലഭ്യമായ വിവരങ്ങളെ എടുക്കാനുള്ള പ്രാപ്തി നിർമ്മിത ബുദ്ധിക്ക് ആയി കഴിഞ്ഞു. നിർമ്മിത ബുദ്ധി പുതിയ വിവരങ്ങളും ഭാവിയിലെ വിവരങ്ങളും ശേഖരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് വികസിച്ചു, അല്ലെ? അപ്പോ ഇതിനകത്ത് ലോകത്തെ ഏറ്റവും പ്രഗത്ഭനായ, അതായത് ഏറ്റവും പ്രഗത്ഭനായ ഒരാളിനെ പോലെ പെരുമാറാൻ നിർമ്മിത ബുദ്ധിക്ക് ആവാം. അതിനെ എങ്ങനെയാണ് ഏറ്റവും പ്രഗത്ഭനെ പോലെ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരാളാക്കി മാറ്റുക എന്നതാണ്. ആ റോളിൽ നമ്മുടെ സഹായിയെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അപ്പൊ ഇങ്ങനെയുള്ള ഒരു കുറേ കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പൊ നമ്മൾ പലപ്പോഴും നമുക്കറിയാവുന്ന ChatGPT, ജെമിനി, ഡീപ്സീക്ക്, മെറ്റ, ഇങ്ങനെയൊക്കെയുള്ള കുറെ ടൂളുകളാണ്. ഇതെല്ലാം കുറെ ജനറൽ ആയി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പൊതു പ്ലാറ്റ്ഫോമുകളാണ്. പക്ഷെ ഓരോ കാര്യത്തിനും വ്യത്യസ്തങ്ങളായ ടൂളുകൾ, അതിൽ പ്രാഗൽഭ്യമുള്ള ടൂളുകൾ, അത്തരം ടൂളുകൾ നമ്മൾ പരിശീലിപ്പിക്കും. ആ ടൂളുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം നമ്മൾ. അപ്പൊ അത് നമ്മൾ ChatGPT ചെയ്യുന്നതും, ഇപ്പൊ നമ്മളൊരു ഇമെയിൽ തയ്യാറാക്കുന്നു, ChatGPT ഇമെയിൽ തയ്യാറാക്കി തരാൻ പറഞ്ഞ ഇമെയിൽ തയ്യാറാക്കി തരും. ഇമെയിൽ തയ്യാറാക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ടൂളുണ്ട്. ആ ടൂളിൽ നമ്മൾ ഇമെയിൽ തയ്യാറാക്കുമ്പോൾ അതിഗംഭീരമായിരിക്കും.
പ്രോജക്റ്റുകൾ ഇപ്പോ മെറ്റേവറോ ഡിപ്സീക്കിനോടോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നു. ആ പ്രോജക്റ്റ് തയ്യാറാക്കി തരാൻ പറ്റുന്ന സംവിധാനം. അപ്പൊ ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കുന്നത് ഇതിനകത്തുള്ള ചില ബേസിക് സ്കില്ലുകൾ നമ്മൾ അറിയണം. ഞാൻ നേരത്തെ പറഞ്ഞു ഭാഷ ഉപയോഗിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഭാഷ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമ്പ്യൂട്ടറിൽ നമുക്ക് 120ഓളം ഭാഷകളുണ്ട്. അതിലൊരു ഭാഷയാണ് മലയാളം. ആ അതിൽ വരുന്ന യൂണിക്കോഡ് എന്ന് പറയും. ആ യൂണിക്കോഡ് ഭാഷയാണ് കുറച്ചൊരു കാലമായിട്ടുള്ള യൂണിക്കോഡ് ഭാഷ മലയാളമായി തുടങ്ങിയത്. അതിനു മുമ്പേ നമ്മുടെ കമ്പ്യൂട്ടറിൽ മലയാളമുണ്ട്. മലയാളത്തിൽ നമ്മൾ ഇൻസ്ക്രിപ്റ്റ് ഫോണ്ടുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന. ISM പോലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ധാരാളം അങ്ങനെ കുറേ നിര സോഫ്റ്റ്വെയറുകൾ ഉണ്ടായിരുന്നു. ആ സോഫ്റ്റ്വെയറുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോക്യുമെന്റ് ഒന്നും നമുക്ക് ഇന്റർനെറ്റിന് വഴങ്ങില്ല. പഴയ നിങ്ങളുടെ വേർഡിലോ പേജ് മേക്കറിലോ ഒക്കെ ഉള്ള കാര്യങ്ങൾ കോപ്പി ചെയ്ത് ChatGPT-യിലോ അല്ലെങ്കിൽ ഒരു മെയിൽ അയക്കാനോ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ചോദ്യചിഹ്നങ്ങളോ കട്ടകളോ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ കമ്പ്യൂട്ടറിന് വഴങ്ങുന്ന യൂണിക്കോഡ് ഫോണ്ടുകളാക്കി മാറ്റാം? യൂണിക്കോഡ് ഫോണ്ടുകളെ മലയാളത്തിൽ മലയാളത്തിൽ വളരെ പരിമിതമായ യൂണിക്കോഡ് ഫോണ്ടുകളേ ഉള്ളൂ. അപ്പൊ നമുക്ക് നല്ല ഡിസൈൻഡ് ഒരു ഫ്ലക്സോ ബോർഡോ ബുക്ക് കവറോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് തന്നെ വളരെ മനോഹരമായി ചെയ്യണമെങ്കിൽ അത് ഗ്രാഫിക് ഫോണ്ടുകളാക്കണം. നമുക്ക് യൂണിക്കോഡ് ഫോണ്ടിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ആ യൂണിക്കോഡ് ഫോണ്ടിനെ നമുക്ക് എങ്ങനെ ഗ്രാഫിക് ഫോണ്ടുകളാക്കാം? അതിമനോഹരമായ ഗ്രാഫിക് ഫോണ്ട്. ഇപ്പൊ ഫോണ്ടുകൾ ഇപ്പോ ഈ പോസ്റ്ററുകളൊക്കെ ഓൺലൈനിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഇംഗ്ലീഷിൽ വളരെ രസകരമായ നല്ല മനോഹരമായ ഫോണ്ടുകളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ മലയാളത്തിൽ പറ്റില്ല. അതുപോലെ നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുന്ന വിധത്തിൽ ഫോണ്ടുകളെ എങ്ങനെ യൂണിക്കോഡ് ഫോണ്ടുകളെ എങ്ങനെ ഗ്രാഫിക് ഫോണ്ടുകളാക്കി മാറ്റാൻ പറ്റും എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫോണ്ടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യ ക്ലാസ്സിൽ പഠിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് നമ്മൾ നിർദ്ദേശം കൊടുക്കുന്നത്? ആ നിർദ്ദേശം ഞാൻ ഈ കഴിഞ്ഞ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ഗ്രീസിലെ ഒരു രാജാവിന്റെ കാര്യം, ആറ്റിലയുടെ കാര്യം. അതിബുദ്ധിമാനായ ആറ്റിലേക്ക് ബുദ്ധിമാന്മാരെ പ്രയോജനപ്പെടുത്തുക എന്നുള്ള കഴിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു കഴിവാണ്. അതിന് കുറെ സങ്കേതങ്ങളുണ്ട്. അപ്പോ അതുപോലെ ഈ അതിബുദ്ധിമാനായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ മുമ്പിലുള്ളപ്പോ ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വൈദഗ്ധ്യം ഏത് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, പ്രോംപ്റ്റിംഗ് രീതികളിലെ സങ്കേതങ്ങൾ, അത് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കത്തക്ക വിധത്തിൽ, ഓർമ്മിക്കത്തക്ക വിധത്തിൽ ആയിരിക്കും അതും പരിശീലിപ്പിക്കുന്നത്. അങ്ങനെ ഉള്ള ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ ഓരോ ടൂളുകളായിട്ട് പോകുന്നത്. ഇതിനെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന വിധത്തിലുള്ള അനിമേഷൻ ഉണ്ടാക്കുക, വീഡിയോ ഉണ്ടാക്കുക, അതിനൊക്കെ വലിയ പ്രാധാന്യം നമ്മൾ ഈ ക്ലാസ്സിന് കൊടുക്കുന്നില്ല. ഇത് നിങ്ങളുടെ മനസ്സിനകത്തുള്ള സ്വപ്ന പദ്ധതികൾ സഫലമാക്കാൻ എന്തൊക്കെ തടസ്സങ്ങളാണോ ഇതുവരെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നത്, അത്തരം തടസ്സങ്ങളെ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും? അതാണ് നമ്മൾ ഈ പ്രോഗ്രാമില് ഈ വരുന്ന 2 മാസങ്ങളായിട്ട് ഓരോ ദിവസവും നമ്മൾ കുറെ ടൂളുകളായി പരിശീലിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്. ഇന്നിപ്പോ നമുക്ക് സമയം കഴിഞ്ഞു, 10 മിനിറ്റ് കൂടെ ആയി. എന്തെങ്കിലും സംശയം, ഇതുമായി ബന്ധപ്പെട്ട സംശയം വളരെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൂടെ ഒന്ന് പറയാം. നമ്മളെല്ലാവരും തന്നെ തുടർന്നുള്ള ക്ലാസ്സുകളിലുള്ള ആൾക്കാരാണ്. ഇന്ന് സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? ഞാൻ കൃഷ്ണകുമാർ, എറണാകുളം. ആദ്യം തന്നെ ഇത് AI തുടങ്ങിയപ്പോൾ മുതൽ എന്റെ മനസ്സിലുള്ള ഒരു സംശയമാണ്. അത് ആപ്റ്റ് പേഴ്സൺ എനിക്ക് തോന്നുന്നു സാറ് തന്നെയാണ്. എന്തുകൊണ്ട് ഇതിന് ആർട്ടിഫിഷ്യൽ എന്നുള്ള വാക്കിന്റെ മലയാളം വാക്കെന്ന് പറയുന്നത് കൃത്രിമം ആണ്?
എന്തുകൊണ്ട് ഇതിന് കൃത്രിമ ബുദ്ധി എന്ന് പറയുന്നില്ല, അതിന് പകരം നിർമ്മിത ബുദ്ധി? നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞിരുന്നു കൃത്രിമ ബുദ്ധി എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ആളുകളെ കൃത്രിമ ബുദ്ധി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആളുകൾക്ക് വലിയ താല്പര്യം കാണൂല. അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണോ ഇതിന് നിർമ്മിത ബുദ്ധി എന്ന പേര് കൊടുത്തത്? അതാണ് എന്റെ സംശയം. ഇപ്പോഴും എന്റെ മനസ്സിൽ കിടക്കുന്ന സംശയം അതാണ്. ഞാൻ അതൊന്ന് പറഞ്ഞോട്ടെ സാറേ. ഇത് ഈ നിർമ്മിത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പൊതുവെ ഉപയോഗിക്കുന്ന വാക്കാണ്. അതിന്റെ പദാനുപദ ട്രാൻസ്ലേഷൻ കൃത്രിമം. നിങ്ങളുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ നിർമ്മിത ബുദ്ധി എന്ന് അടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ കൃത്രിമ ബുദ്ധി എന്ന് തന്നെയായിരിക്കും വരുന്നത്. അപ്പോ ഇതിനെ നമ്മുടെ പത്രമാധ്യമങ്ങളാണ് ഇതിനെ നിർമ്മിത ബുദ്ധി ആക്കിയത്. ആ ഒരു കൃത്രിമം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കുരുക്കുണ്ടല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് മാത്രമല്ല, ഇൻഫർമേഷൻ ടെക്നോളജി നമ്മൾ പറയുന്നത് എന്താ? വിവര സാങ്കേതിക വിദ്യ. ഇൻഫർമേഷനും വിവരവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? വിവരം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? വൈസ്, വിസ്ഡം തുടങ്ങിയ അർത്ഥത്തിലാണ് വിവരം ഉള്ളത്. പക്ഷെ വിവര സാങ്കേതിക വിദ്യ എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെ? വിവര സാങ്കേതിക വിദ്യ എന്നുള്ള വാക്ക് മാതൃഭൂമി കൊണ്ടുവന്ന വാക്കാണ്. അതുകൊണ്ട് മലയാള മനോരമ ഇപ്പോഴും ഇൻഫർമേഷൻ ടെക്നോളജി എന്നേ പറയുള്ളൂ. അവര് പത്രത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഉള്ളൂ. അപ്പൊ ഇത് പത്രമാധ്യമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന സാധനം പിന്നെ സ്വീകാര്യമായി. അത് കേൾക്കുമ്പോ ഒരു സുഖമുണ്ട്. നിർമ്മിത ബുദ്ധി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കൃത്രിമത്വം അതിനകത്ത് ഒഴിവാകുന്നു എന്നുള്ളൊരു സ്വീകാര്യതയുണ്ട്. ഓക്കെ സാർ. ഒരു കാര്യം കൂടെ സാറ് ഇതിൽ പറഞ്ഞ നമ്മുടെ ഇന്ത്യയുടെ ആയിട്ടുള്ള ചാറ്റ് സൂത്ര, അതിനെപ്പറ്റി സാറൊന്നും പറഞ്ഞില്ലായിരുന്നു. സാറിന്റെ സംസാരത്തിൽ ആരും പറഞ്ഞു കേട്ടില്ല. ചാറ്റ് സൂത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഈ പറഞ്ഞ പോലെ ചാറ്റ് GPT പോലെ തന്നെ ചാറ്റ് സൂത്ര എന്നത് എല്ലാ ഇന്ത്യൻ ലാംഗ്വേജസ് എല്ലാം, ഈവൻ മലയാളം, ഹിന്ദി, തമിഴ് എല്ലാം അതില് യൂസ് ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി ആരും പറഞ്ഞു കേട്ടില്ല. ഇന്ത്യയില് ഈ ചാറ്റ് സൂത്ര മാത്രമല്ല, ഒത്തിരി ഇന്ത്യൻ സാധനങ്ങളുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് തന്നെ അനുവാദിനി എന്ന് പറയുന്ന ഒരു വലിയ ബൃഹത് പദ്ധതി ആരംഭിക്കുന്നു. ആ ബൃഹത് അനുവാദിനി ഇന്ത്യ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും ചെന്നൈ IITയും ചേർന്നുകൊണ്ടുള്ള ഒരു വലിയൊരു പ്രോജക്റ്റാണ്. ഹ്യൂജ് ഫണ്ടാണ് അതിലേക്ക് ഒഴുകുന്നത്. ആ അനുവാദിനിയിൽ ഏതാണ്ട് 60ഓളം ടൂളുകളുണ്ട്. 60ഓളം ടൂളുകളുണ്ട്. അതിനകത്ത് അതിഗംഭീരമായ ചില ടൂളുകളുണ്ട്. ഏത് യൂട്യൂബിനെയും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന 20 മിനിറ്റ് യൂട്യൂബിനെ ഏത് ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളുണ്ട്. അതുപോലെ തന്നെ ഇമേജ്, നമ്മുടെ ഒരു പോസ്റ്ററിനെ ഒരു കന്നഡ ഭാഷയിൽ ഒരു പോസ്റ്റർ കണ്ടു. ആ കന്നഡ ഭാഷയിലുള്ള പോസ്റ്ററിനെ അതേപോലത്തെ ഫോണ്ടൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ. PDF-നെ പല രീതിയിൽ എഡിറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ അനുവാദിനിയിലുണ്ട്. അനുവാദിനിയിൽ ഇപ്പൊ ബീറ്റ സ്റ്റേജിലാണ്. ആ ബീറ്റ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിപ്പോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജിലാണ്. അതിനകത്ത് ഇപ്പൊ ഏറ്റവും ഭംഗിയായിട്ട് സൗണ്ടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ടൂളുകൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരുപാട് ഇപ്പൊ റിലയൻസിന്റെ ഒരു ജിയോയുടെ ഒരു AI ടൂളുണ്ട്. അങ്ങനെ ഒരുപാട് AI ടൂളുകൾ ഇതിനകത്ത് വരുന്നുണ്ട്, ഒത്തിരി വരുന്നുണ്ട്. എന്റെ വേറെ എനിക്കൊരു സംശയമുണ്ട്. സാർ പറഞ്ഞല്ലോ ഇത് പിന്നെ പെയ്ഡ് വേർഷൻ അല്ലാതെ പിന്നെ ഉപയോഗിക്കാനുള്ള ചില കുതന്ത്രങ്ങളുണ്ടെന്ന്. അത് പിന്നെ ലീഗലാണോ? അതെ, ഇലീഗലായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇതിനകത്ത് പറയും. ഇലീഗലായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറയില്ല. നിയമവിരുദ്ധമായ ചില കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യവും ഞാൻ ഈ ക്ലാസ്സിലൂടെ പറയില്ല. നിയമവിധേയമായ കാര്യം എന്ന് പറയുമ്പോൾ ചാറ്റ് ജിപിടിയിലെ തന്നെ അവരുടെ റിസർച്ച് പർപ്പസിന് വേണ്ടി ചില സംവിധാനങ്ങളുണ്ട്. അവരുടെ ഗവേഷണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ചില പോർട്ടലുകൾ അവരുടെ പ്രചാരണത്തിന് വേണ്ടി ഇത് സൗജന്യമായിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അല്ലാതെ ചാറ്റ് GPT പോയി അവിടെ ചെയ്ത് എന്നുള്ളതല്ല. അതുപോലെ ഈ കന്നഡയിലുള്ളത് പിന്നെ മലയാളത്തിലാക്കാന്ന് പറഞ്ഞില്ലേ, സെയിം ഫോണ്ടൊക്കെ ഉപയോഗിച്ച അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരാനുള്ള സാധ്യതയില്ലേ സാറേ? ഇതിനകത്ത് കോപ്പിറൈറ്റ് ഇപ്പൊ നമ്മൾ AI-യില് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, നിർമ്മിത ബുദ്ധിയിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ആ പ്രോംപ്റ്റ് കൊടുക്കുന്ന ആളിനാണ് അതിന്റെ സാധ്യത, അതിന്റെ ഇത്.
ഇനി കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്, ഈ കോപ്പിറൈറ്റ് എങ്ങനെയാണ്? നമ്മൾ ഇതിനകത്ത് പബ്ലിക് ആയിട്ട് വരുന്ന ജനറേറ്റ് ചെയ്ത് വരുന്ന സാധനങ്ങളാണ്. നിങ്ങൾ ഒരു പുസ്തകം, നമ്മളൊരു പുസ്തകം നിങ്ങൾ എടുത്തു. ആ പുസ്തകത്തെ നിങ്ങൾ ഒരു കന്നഡ പുസ്തകം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയിലാവട്ടെ, ആ പുസ്തകം നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യാം. നിങ്ങൾ ആ പുസ്തകം അതിനെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് ആവും. നിങ്ങൾക്ക് ഒരു കന്നഡ പുസ്തകം കിട്ടി, നിങ്ങൾക്ക് എഐയുടെ സഹായത്തോടു കൂടി അത് നിങ്ങൾക്ക് വായിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നോക്കി വായിക്കാം, അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് വെച്ച് വായിക്കാം. അല്ലാതെ നിങ്ങൾ അടിച്ച് ഒരു കോപ്പിറൈറ്റ് ഉള്ള പുസ്തകം, ഇപ്പൊ രാമായണവും മഹാഭാരതവും ഒക്കെ ആണെങ്കിൽ അതുകൂടെ ഉപയോഗിക്കാം. അതിന്റെ കോപ്പിറൈറ്റ് കാലാവധി കഴിഞ്ഞു, അതുകൊണ്ടുള്ള കുറെ പുസ്തകങ്ങൾ. അല്ലാതെ ഇത് കോപ്പിറൈറ്റ് ഉള്ള പുസ്തകം എടുത്തിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കോമേഴ്സിലായിട്ട് വിൽക്കുകയാണെങ്കിൽ അത് കോപ്പിറൈറ്റ് പ്രശ്നത്തിൽ വരും. പോസ്റ്ററുകൾ എന്ന് പറയുന്ന പബ്ലിക് ആയിട്ടുള്ള പോസ്റ്ററുകൾ നമുക്ക് മാറ്റാം. ഓക്കെ, ഒരു സംശയം, പ്ലേഗറിസം ഇതിൽ വരുമോ? പ്ലേഗറിസം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഈ ചെരിച്ചാൻ കോപ്പി അല്ലേ, നമ്മളെ അത് ഇതിനകത്ത് പ്ലേജറിസം നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാം. പ്ലേജറിസം ഡിക്റ്റേറ്റ് ചെയ്യുന്ന ടൂളുകളുണ്ട്. അല്ല, നമ്മളിപ്പോ സാറ് പറഞ്ഞില്ലേ പ്രോജക്റ്റ് ഒക്കെ എഴുതാന്ന്, അപ്പൊ പ്ലേജറിസത്തിന് ആ പ്രശ്നം വരുമോ എന്നുള്ളതാണ്. പ്രോജക്റ്റ് എഴുതുന്നത് നിങ്ങളുടേതായ പ്രോജക്റ്റാണ് തയ്യാറാക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, AI ചെയ്യുന്നത് ഗൂഗിളിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മൾ സെർച്ച് ചെയ്യുന്നു, ഗൂഗിളിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന വേറെ ഏതെങ്കിലും വെബ്സൈറ്റുകളിൽ, വേറെ സ്ഥാപനങ്ങളിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന ഡേറ്റയാണ് നമ്മൾ കാണുന്നത്, വേറെ വെബ്സൈറ്റിലുള്ള സാധനമാണ് കാണുന്നത്. പക്ഷെ AI ചെയ്യുന്നത് ജനറേറ്റ് ചെയ്ത് തരുന്ന സാധനങ്ങളാണ്. അതിനകത്ത് നിന്ന് വിവരങ്ങൾ മാത്രമേ എടുക്കുള്ളൂ. ഈ ജനറേറ്റ് ചെയ്യുന്ന സാധനം തന്നെ നിങ്ങൾ ഇന്ന് കൊടുക്കുമ്പോൾ ഇന്ന് കിട്ടുന്ന സാധനമായിരിക്കും നാളെ കൊടുക്കും. ഇന്ന് ഞാനൊരു പ്രോംപ്റ്റ് കൊടുക്കുന്നു, എന്റെ അടുത്തിരുന്ന് വേറൊരാള് സെയിം പ്രോംപ്റ്റ് കൊടുക്കുന്നു, നമുക്ക് രണ്ടാളിനും ജനറേറ്റ് ചെയ്ത് തരുന്ന സാധനം രണ്ടായിരിക്കും. ഓക്കെ, അത് ജനറേറ്റ് ചെയ്ത് തരുന്ന സാധനങ്ങളാണ്. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഭാഗത്തിൽ നിന്ന് ഇപ്പൊ പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ ഏതെങ്കിലും ആൾക്കാർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്രോജക്റ്റിനെ കണ്ടുപിടിച്ച് അതിനെ കോപ്പി അടിച്ച് തരുന്നതല്ല. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ച് അത് ജനറേറ്റ് ചെയ്ത് തരുന്ന സാധനങ്ങളാണ്. ഓക്കെ, താങ്ക് യു സർ. ഇനി പോകണ്ടെന്ന് തോന്നുന്നു, കാരണം 9:18 ക്ലാസ് ഒന്ന് ഒരു ക്ലോസിംഗിലേക്ക് പോവാം. അതെ, തുടക്കം എന്നുള്ള നിലയിലേക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു പൊതുവായ അറിവാണ് സജി സാർ നൽകിയത്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് അതിനുവേണ്ടിയുള്ളതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ എന്ത് ചോദ്യവും ചോദിക്കാം, അതിനുള്ള ഉത്തരം നൽകുന്നതാണ്. പിന്നെ ഒന്നാമത്തെ ക്ലാസ് തുടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു, ഒരു ആമുഖമാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ഒരു സാധ്യതയും എന്താണ് AI നമ്മൾ പഠിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും ഇതിന് പങ്കെടുത്ത പാർട്ടിസിപ്പൻസാണ് ഇതിനകത്ത് നന്ദി പറയേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അവരുടെ ഒരു പ്രതികരണവും ഒപ്പം നന്ദിയും പറയാൻ വേണ്ടി അതെ, സെഷനിൽ നന്ദി പറയുക എന്നുള്ളത് ഫ്രീ ആയിട്ട് ആളുകളെ ഫിക്സ് ചെയ്യുകയല്ല നമ്മൾ ചെയ്യുന്നത്. പങ്കാളികൾക്ക് പറയാനുള്ള ഒരു അവസരം കൂടി ഒരുക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും മൈക്ക് ഓൺ ചെയ്തിട്ട് പ്രതികരണവും നന്ദിയും പറയാം. സ്വാഗതം. ഞാനിതില് തീർച്ചയായും ഇത് പബ്ലിക് ആയിരിക്കും, മറ്റുള്ളവർക്കും കാണാൻ കഴിയും. നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആർക്ക് വേണമെങ്കിലും പറയാം. റെക്കോർഡഡ് വീഡിയോ എത്ര ദിവസം കാണും നമുക്ക്? ഞാനിപ്പോ അടുത്ത ആഴ്ച 2-3 ക്ലാസ് മിസ്സാവും സാർ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ലൈഫ് ലോങ് ആണ്.
യൂട്യൂബ് ഉള്ളിടത്തോളം കാണാം. ഓക്കെ, നമ്മുടെ ഇതുവഴി കാണാം, നമ്മുടെ ഇമെയിൽ വഴി കാണാം. ഓക്കെ, താങ്ക് യു. കുറവുണ്ടോ? നാലായിരം കുറവുണ്ട്. ഞാൻ തന്നെ പറഞ്ഞോട്ടെ. തീർച്ചയായും. അപ്പൊ ആദ്യം തന്നെ ഇങ്ങനെ ഒരു സംരംഭം അറേഞ്ച് ചെയ്ത ശാന്തിഗ്രാമിന് ഈ എല്ലാ പാർട്ടിസിപ്പൻസിന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ എനിക്കറിയാം സമയം വൈകി, എല്ലാവരും വിശന്നിരിക്കുന്ന സമയമായതുകൊണ്ട് അറിയാൻ നേട്ടുന്നില്ല. സാജു സാർ അടക്കം ഉദ്ഘാടനം ചെയ്ത സാറിനും ഡോക്ടർ ജേക്കബ് അടക്കഞ്ചേരി, ഞാൻ അദ്ദേഹത്തിന്റെ കുറെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. എന്റെ വീടിന്റെ അടുത്ത് തന്നെ ആയിരുന്നു, ചമ്പക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനും അതുപോലെ തന്നെ എല്ലാ പാർട്ടിസിപ്പൻസിനും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, ഗുഡ് നൈറ്റ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഇല്ല സാർ, നമ്മൾ വ്യാഴാഴ്ച കാണുന്നു. ബാക്കി എല്ലാ വിവരങ്ങളും ഗ്രൂപ്പിൽ പറയാനും പ്രതികരിക്കാനും ചോദിക്കാനും ഉള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഈ ഗ്രൂപ്പിൽ നാളെ വരുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ കാണാത്ത ആളുകൾക്കും അറിയാത്ത ആളുകൾക്കും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നന്ദി, നമസ്കാരം. നമുക്ക് അവസാനിപ്പിക്കാം. അധ്യക്ഷനും ഉദ്ഘാടകനും ആശംസകൾ അർപ്പിച്ചവർക്കും എന്തെങ്കിലും ചോദിക്കാനാണോ? ആരോ? സത്യ സാറാണോ? എന്റെ പേര് ജ്യോതിസ്, കോട്ടയത്ത് നിന്നാണ്. പങ്കേഷൻ സാറിന്റെ ഈ ക്ലാസിന്റെ ക്ലാസ് സംബന്ധിച്ച് 7ാമത്തെ പാർട്ടിൽ കയറാൻ പറ്റിയ വളരെയധികം സന്തോഷം. ഓക്കെ, ജ്യോതിസ് എവിടെ, ഗൾഫിൽ നിന്നാണോ കയറിയത്? അപ്പൊ തന്നെ സാറിന് ഇരിക്കുകയായിരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ആര്യ സാർ. ഹലോ, പ്രോബ്ലം ഉണ്ട്. അപ്പോ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്, പ്രത്യേകിച്ച് സജുവിന്റെ പ്രസന്റേഷൻ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിലേക്ക് ഒരു പോകാനുള്ള ഒരു വഴി കൂടെ തുറന്നുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ ക്ലാസ് ഇന്ന് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. വളരെ ലളിതമായിട്ടാണ് അദ്ദേഹം വിഷയത്തെ അവതരിപ്പിച്ചത്. അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. എൻ്റെ ഒരു വിദ്യാർത്ഥിയുടെ മുന്നിൽ ഇന്ന് മറ്റൊരു വിദ്യാർത്ഥിയായിട്ടിരിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം കൂടെ പങ്കുവെച്ചുകൊണ്ട് ഈ രാത്രി എല്ലാവർക്കും ഒരിക്കൽ കൂടെ ശുഭരാത്രി നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇന്ന് നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് പോയി. ഞാൻ സത്യ സാർ എന്റെ വീഡിയോ ആയിരുന്നു, സാറിനെ കാണാൻ പറ്റിയ വളരെ സന്തോഷം. തിരുവല്ലയിന്ന് അധീന ബ്ലോക്കിലുണ്ടായി സാർ, അധീന ബ്ലോക്കില്. സന്തോഷം സാർ. ഓക്കെ സാർ. സത്യ സാർ, നമസ്കാരം. താങ്ക് യു സാർ.